ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ സാബു കെ തോമസ്, ഏറ്റവും പ്രിയങ്കരനായ മാനേജർ റവറൻ ഫാദർ ഡോക്ടർ ബിജു ജോസഫ്, പ്രിയപ്പെട്ട സംഗീത മിസ് ഡോക്ടർ ഐശ്വര്യ മിസ്, ഇവിടെ സ്വാഗതം ആശംസിച്ച കുമാരി ശില്പ, ഏറ്റവും ബഹുമാന്യരായ അധ്യാപകരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് ഈ കലാലയത്തിൽ നടത്തുന്ന സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. മലബാറിൻ്റെ അഭിമാനമായ ഈ കലാലയത്തിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഞാൻ കുറച്ചു നാളായി നടത്തിക്കൊണ്ടിരിക്കുന്ന മകൾക്കൊപ്പം എന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗം കൂടിയാണ് ഈ സംവാദം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നമ്മുടെ രാജ്യത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ചോദ്യം, നമ്മുടെ സമൂഹം ഒരു പരിഷ്കൃത സമൂഹമാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഒരു സമൂഹം സിവിലൈസ്ഡ് ആണോ, പരിഷ്കൃതമാണോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ അളവുകോൽ എന്താണ്? ഞാൻ പറയും, ആ സമൂഹത്തിലെ സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതായിരിക്കണം ഒരു സൊസൈറ്റി പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കപ്പെടേണ്ട ഏറ്റവും വലിയ അളവുകോൽ. ആ അളവുകോൽ വെച്ച് പരിശോധിച്ചാൽ നമ്മളുടേത് അപരിഷ്കൃതമായ ഒരു സമൂഹമാണ് എന്നുള്ള നിഗമനത്തിൽ നാം എത്തിച്ചേരും. നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ നിരീക്ഷിക്കുക, ചുറ്റുപാടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുക. ഞാൻ ഈ ക്യാമ്പയിൻ തുടങ്ങാനുണ്ടായ സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ത്രീധന മരണങ്ങൾ ആവർത്തിച്ച് വരുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നു. പല വീടുകളിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പോകേണ്ടി വന്നു. മാതാപിതാക്കളുടെ കരച്ചിൽ, കുഞ്ഞുങ്ങളുടെ ചേതനയേറ്റ ശരീരം, ഇത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ പ്രബുദ്ധരാണ് എന്ന് പറയുന്ന ഒരു മലയാള സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ പറഞ്ഞു, തൊട്ടിൽ കെട്ടി താരാട്ടുപാടി കുഞ്ഞി കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന മാതാപിതാക്കൾ വലിയ പ്രതീക്ഷകളോടെ, ഒരുപാട് സ്വപ്നങ്ങളോടെ കുഞ്ഞുങ്ങളെ വളർത്തി അവളെ വിവാഹം കഴിച്ചയപ്പിച്ച് സന്തോഷത്തോടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം മകളുടെ ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന മാതാപിതാക്കളുടെ ദുഃഖം എത്ര വലുതാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തണ്ടേ? അത് നമുക്ക് ഈ കേരളത്തിൽ നമുക്ക് അവസാനിപ്പിക്കണ്ടേ? ഞാനും ഒരു മകളുടെ പിതാവാണ്. എൻ്റെ മകളിൽ കൂടി തന്നെയാണ് ഞാൻ എല്ലാ മക്കളെയും കാണുന്നത്. എല്ലാവർക്കും അങ്ങനെ കാണാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. മകൾക്കൊപ്പം എന്നുള്ള ക്യാമ്പയിൻ നടത്തിയത്, സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടത്തി, പ്രതിജ്ഞകൾ നടത്തിക്കൊണ്ട്, സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞകൾ നടത്തിക്കൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും കേരളത്തിൽ ഉടനീളം പ്രതിജ്ഞകൾ നടത്തി. രണ്ടാം ഘട്ടത്തിൽ എൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ ഞാനൊരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഒരു ടോൾ ഫ്രീ നമ്പർ കൊടുത്തു. കേരളത്തിലെ 82 കോടതി സെന്ററുകളിൽ നിന്ന് 126 അഭിഭാഷകരെ ചുമതലപ്പെടുത്തി. ആര് ഫോൺ വിളിച്ചാലും ആ കുട്ടിക്ക് സൗജന്യമായി, ഏത് സ്ത്രീകൾക്കും സൗജന്യമായി നിയമോപദേശം നൽകുന്ന, തീരെ പാവപ്പെട്ടവരാണെങ്കിൽ അവരുടെ കേസ് നടത്തി കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തി. അതുമായി മുന്നോട്ട് പോകുമ്പോഴാണ് തൊടുപുഴ അൽ-അസർ കോളേജിലെ മോഫിയ പർവീൻ എന്ന് പറയുന്ന 3ാം വർഷ നിയമ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതും അതിൻ്റെ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ 3ാം ഘട്ട ക്യാമ്പയിൻ തുടങ്ങിയത് ക്യാമ്പസുകളിൽ നിന്നാണ്. അത് മോഫിയ പർവീൻ മരിച്ച അൽ-അസർ കോളേജിൽ നിന്നാണ് ആ ക്യാമ്പയിൻ തുടങ്ങിയത്. ക്യാമ്പസിലെ കുട്ടികളുമായി സംവദിക്കണം, അവരുമായി സംസാരിക്കണം, അവരുടെ പ്രയാസങ്ങൾ കേൾക്കണം, നമുക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി, അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിൻ നടത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. ഞാൻ അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാം. അൽ-അസർ കോളേജിൽ ഈ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് നമ്മൾ സ്ത്രീയെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ആണത്ത അധികാരങ്ങൾ, പുരുഷ കേന്ദ്രീകൃതമായ അധികാരങ്ങളുള്ളൊരു സൊസൈറ്റിയാണ്. നമ്മൾ എത്ര വലിയ പുരോഗമനം പറഞ്ഞാലും
ഈ ആണത്ത അധികാരങ്ങളും ഈ പുരുഷ കേന്ദ്രീകൃത സ്വഭാവവും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നു. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, കാമുകിയാണ്, മകളാണ് എന്നൊക്കെ കുന്തമാണ്, കുടച്ചക്രമാണെന്നൊക്കെ പറയും. ഒരു ആത്മാർത്ഥതയില്ലാത്ത പറയുന്ന വാക്കുകളാണ്. സ്ത്രീയെ അങ്ങനെയല്ല നോക്കിക്കാണുന്നത് സമൂഹം, അങ്ങനെയല്ല നോക്കിക്കാണുന്നത്. തെറ്റായ രീതിയിലാണ് നോക്കിക്കാണുന്നത്, അടിമയായിട്ടാണ് കാണുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഈ ആണത്ത അധികാരങ്ങളുള്ള ഒരു സംസ്കാരം എല്ലാവരുടെയും മനസ്സിൽ കയറി വരികയാണ്. 4 അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം കഴിയാൻ വിധിക്കപ്പെട്ട അമ്മമാരുടെ നാടല്ലേ കേരളം. എത്ര പേർ അതിന് പുറം കാണാത്ത ഈ പുകയും ചൂടുമേറ്റ് അടുക്കളയിൽ തന്നെ കഴിയുന്ന അമ്മമാർ. ആ വീട്ടിലെ പുരുഷന്മാരുടെ മുമ്പിൽ ഇരിക്കാൻ പോലും അനുവാദമില്ലാതിരുന്ന സ്ത്രീകളുടെ നാടായിരുന്നു കേരളം. ഇന്നതിന് മാറ്റമുണ്ടായി എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ മനസ്സിൽ മാറ്റമുണ്ടായിട്ടില്ല. വാക്കുകളിൽ പോലും ഉണ്ട് ആ വാക്കുകൾ. ഞാൻ അവിടെ കോളേജിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ പദാവലികൾ പോലും, വൊക്കാബുലറിയിൽ പോലും ആ മാറ്റമുണ്ടായിട്ടില്ല. എല്ലാവരും പറയുകയാണ് ഒരു പുരുഷായുസ് മുഴുവൻ. പുരുഷായുസ് എന്നുള്ള വാക്ക് ഇന്ന് തെറ്റാണ്. ഇന്നത് സ്ത്രീ വിരുദ്ധ പരാമർശമാണ്. പുരുഷന് മാത്രമുള്ള ആയുസ്, സ്ത്രീകൾക്ക് ആയുസില്ലേ? പിന്നെ ചിലർ പറയും ആണുങ്ങളോട് കളിക്കരുത്. ആണുങ്ങളോട് കഴിച്ചാൽ കുഴപ്പമാണ്, പെണ്ണുങ്ങളോട് എന്തുമാകാം എന്നാണ് അതിനർത്ഥം. ലോകം മുഴുവൻ മാറി. മാൻ കൈൻഡ് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്, അതിപ്പോൾ മാറി ഹ്യൂമൻ കൈൻഡ് എന്നായി. പണ്ട് മനുഷ്യനെ പ്രതിനിധാനം ചെയ്ത് ഹി എന്ന് പറയുള്ളൂ. ഒരു 10 വർഷം മുമ്പ് അത് മാറ്റി ഹി ഒബ്ലീക്ക് ഷീ എന്നാക്കി. ഇപ്പൊ ഷീ എന്നാണ് പറയുന്നത്. ലോകത്തെല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലെല്ലാം ഷീ എന്നാണ് മനുഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയുന്നത്. സ്ത്രീയോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. വൊക്കാബുലറിയിൽ പോലും മാറ്റമുണ്ടായി ലോകത്തെല്ലായിടത്തും. നമ്മുടെ സ്ഥലങ്ങളിൽ മാത്രം മാറ്റമുണ്ടായിട്ടില്ല. അത് ഒരു വിൽപ്പന വസ്തുവായിട്ടാണ് കാണുന്നത്. നമ്മൾ സ്ത്രീധനം വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ പഠിച്ചു വന്നിരുന്ന ഒരു തലമുറയിൽ ഒരു 30 വർഷക്കാലം മുമ്പ് ഞങ്ങൾ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ അപമാനകരമായ ഒന്നായിരുന്നു സ്ത്രീധനം വാങ്ങിക്കുക എന്ന് പറയുന്നത്. സ്ത്രീധനം വാങ്ങിക്കുക എന്ന് പറയുന്നത് നാണക്കേടാണ്. ചെറുപ്പക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കാലമുണ്ടായിരുന്നു. 30 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് പോയപ്പോൾ ഇതൊരു അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയായി നിൽക്കുകയാണ്. ഞാൻ കോഴിക്കോട് ഒരു പ്രതിജ്ഞാ ചടങ്ങ് നടത്തിയപ്പോൾ ഒരു പെൺകുട്ടി സ്വാഗതം പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പെൺകുട്ടിയുടെ വാക്കുകൾ. എന്ത് തരും എന്ന് ചോദിക്കുമല്ലോ മറ്റേ പെണ്ണ് കാണാൻ വരുമ്പോൾ. ഇനി മുതൽ എന്ത് തരും എന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ 5 മിനിറ്റ് തരാം എന്നാണ് ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറയണം നിങ്ങൾ. എന്ത് തരുമെന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകാൻ 5 മിനിറ്റ് തരും എന്ന് പറയാൻ കഴിയാവുന്ന സ്ഥൈര്യം, ആത്മവിശ്വാസം നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടാകണം. ആൺകുട്ടികൾ തലയുയർത്തി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം, സ്ത്രീധനം വാങ്ങിച്ച് ഞാൻ ഒരു പെൺകുട്ടിയെയും ഞാൻ വിവാഹം കഴിക്കില്ല. നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മൾ അധ്വാനിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. സ്ത്രീയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന, പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വരുന്ന സ്വത്ത് കൂടി ചേർത്ത് വെച്ചിട്ടല്ല നമ്മൾ സ്വപ്നങ്ങൾ കാണേണ്ടത്. നമ്മുടെ കഠിനാധ്വാനത്തിലൂടെയാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് നമ്മൾ പറക്കേണ്ടത്. ആ തീരുമാനങ്ങൾ ആൺകുട്ടികൾ കൂടി എടുക്കണം. ആ തീരുമാനങ്ങൾ ഇത് അപമാനകരമായ ഒന്നാണ് എന്ന് കാണണം. നമ്മുടെ സഹോദരിയിലൂടെ കാണണം. നമ്മുടെ സഹോദരിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമ്മൾ നോക്കണം. ഈ സ്ത്രീധനത്തിന്റെ പേരിൽ കിട്ടിയാലും മതി വരാത്ത, ഞാൻ അർച്ചനയുടെ വീട്ടിൽ പോയി, വിസ്മയയുടെ വീട്ടിൽ പോയി, എത്രയോ വീടുകളിൽ പോയി, കിട്ടിയാലും മതി വരാത്ത പണത്തോടും വാഹനത്തോടും സ്വർണത്തോടുമുള്ള മനുഷ്യന്റെ ആർത്തിയുടെ പ്രതിരൂപമാണ് ഈ സ്ത്രീധന മരണങ്ങളും ആത്മഹത്യകളും നടക്കുന്നത്. പിന്നെ വേണ്ടെന്ന് അതിനെ ഉപേക്ഷിച്ച് പിന്നെ അതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം കിട്ടുന്ന വേറെ ഒരു പെൺകുട്ടിയെ തേടി പോകണം. വേറൊരു പെൺകുട്ടി ഒരു ബലിമൃഗമാകാൻ എവിടെയോ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ ഉപേക്ഷിക്കണം. എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഉപേക്ഷിക്കണം. ഇനി ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും കൊല്ലണം, അല്ലെങ്കിൽ അതിനെ ഹരാസ് ചെയ്ത് അതിനെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയി തള്ളണം. ഈ ചിന്തകളാണ് ഉള്ളത്. നമ്മുടേത് എത്ര വലിയ പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു രാജ്യമാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം എന്താണ്? ആ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിനെയും പോലുള്ള നേതാക്കന്മാർ സ്ത്രീയുടെ തുല്യതയ്ക്ക് വേണ്ടി വാദിച്ച ആളുകളാണ്. ശാരദാദേവിയും വിജയലക്ഷ്മി പണ്ഡിറ്റും സരോജിനി നായിഡുവും മാനി ബസന്റും ഉൾപ്പെടെയുള്ള എത്രയോ വനിതാ നേതാക്കന്മാരാണ്. അതിനേക്കാൾ മുമ്പുള്ള റാണി ലക്ഷ്മിബായിയെ പോലുള്ള
ബ്രിട്ടീഷ് വൈദേശികാധിപത്യത്തിനെതിരായി പോരാടിയ ആളുകൾ, സ്ത്രീകൾക്ക് വലിയ പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു സൊസൈറ്റിയായിരുന്നു നമ്മൾ. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയും ആ സ്ത്രീയോടുള്ള തുല്യത പാലിക്കാൻ ഉള്ളത് തന്നെയായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പൊളിറ്റിക്കൽ ആകണമെന്നാണ്. തെറ്റിദ്ധരിക്കണ്ട. പൊളിറ്റിക്കൽ ആകണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കണമെന്നല്ല. രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്ന എല്ലാവരും പൊളിറ്റിക്കൽ അല്ല, ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ അംഗത്വം എടുക്കാത്ത ധാരാളം ആളുകൾ പൊളിറ്റിക്കലാണ്. പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ നല്ല സാമൂഹ്യ ബോധമുണ്ടാകണം, ഈ സമൂഹത്തെ നന്നായി നിരീക്ഷിക്കണം, നീതിബോധം ഉണ്ടാകണം, നിയമബോധം ഉണ്ടാകണം, സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടാകണം. നമ്മുടെ ചുറ്റുപാടുകളിലും നടക്കുന്ന സങ്കടങ്ങളിൽ പ്രതികരിക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും തലോടൽ കൊണ്ടും അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനുമുള്ള ആ ധൈര്യം നമുക്കുണ്ടാകണം. ആ സാമൂഹ്യ ബോധമാണ് ഈ അരാഷ്ട്രീയവാദവും വർഗീയതയും എല്ലാം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് കൂടുതൽ അപരിഷ്കൃതമായ ഒരു കാലത്തേക്കാണ്. കൂടുതൽ അപരിഷ്കൃതമായ കാലത്തേക്കാണ്. മനുഷ്യൻ പിന്നോട്ട് നടന്നു പോവുകയാണ്, മുന്നോട്ടല്ല പോകുന്നത്, പിന്നോട്ട് നടക്കുകയാണ്. ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, ചരിത്രം നമ്മൾ പഠിച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് നടന്നു പോകുന്നത്? നമ്മുടെ ഭിന്നതകൾ പാകാനുള്ള നമ്മുടെ വിത്തുകൾ, ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള ആശയങ്ങൾ, പുരോഗമനപരമായ ആശയങ്ങൾ കാലാനുസൃതമായ മാറ്റത്തിലൂടെ സയൻസൊക്കെ വളരുകയാണ്. ഒരു വശത്ത് വലിയ വളർച്ചയാണ് സയൻസിനെല്ലാം ഉണ്ടാകുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 40 വയസ്സുണ്ടായിരുന്ന മനുഷ്യന്റെ ആയുസ് ഈ നൂറ്റാണ്ടിൽ 78-80 വയസ്സായി. അടുത്ത നൂറ്റാണ്ടിൽ അത് 160-നും 180-നും വയസ്സായി ഇടയിലായിരിക്കും മനുഷ്യന്റെ ആയുസ് എന്നാണ് ഹരാരെ പോലുള്ള എഴുത്തുകാർ പറയുന്നത്. കാരണം മെഡിക്കൽ സയൻസിന്റെ വളർച്ചയാണ്, അതിന്റെ പ്രൊജക്ഷനാണ്. സയൻസ് മാത്രം വളർന്നാൽ മതിയോ? ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഒരു സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണ്ടേ നമ്മുടെ മനസ്സിൽ, ഒരു ശാസ്ത്രബോധം ഉണ്ടാകണ്ടേ, ഒരു പുരോഗമന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണ്ടേ? അതിനേക്കാൾ നമ്മളെ ഭരിക്കുന്നത് നമ്മളെ പുറകിലേക്ക് പോകാനുള്ള നമ്മുടെ ചിന്തകളാണ്. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രോഡക്റ്റായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ, നിങ്ങൾ അറിയണം, ഇന്ത്യയുടെ ഭരണഘടനയിലെ മൗലികമായ അവകാശങ്ങളിൽ വളരെ വ്യക്തമായിട്ടാണ് ഈ തുല്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ മൗലിക അവകാശങ്ങൾ, അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ. ഈക്വാലിറ്റി ബിഫോർ ലോ, ആർട്ടിക്കിൾ 14. എല്ലാവരും വർണ്ണ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ കാതൽ. ഈക്വാലിറ്റി ബിഫോർ ലോ, എല്ലാവരും ലിംഗ വിവേചനമില്ലാതെ, ജാതി മതവിവേചനമില്ലാതെ എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്. എല്ലാവർക്കും ഈക്വൽ ജസ്റ്റിസാണ്. ആർട്ടിക്കിൾ 15 അതിന്റെ തുടർച്ചയാണ്. എല്ലായിടത്തും അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്, തുല്യമായ അവസരങ്ങളാണ്. ഒരാൾക്കും അത് നിഷേധിക്കപ്പെടാൻ പാടില്ല. ആർട്ടിക്കിൾ 21 ഉണ്ട്. എന്താണ് ആർട്ടിക്കിൾ 21? റൈറ്റ് ടു ലിവ് എന്നാണ്. ഞാനെപ്പോഴും പറയും അത് മാത്രമല്ല, റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് അതിനർത്ഥം. ആത്മാഭിമാനത്തോടെ നമ്മുടെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയണമെന്നാണ് ആർട്ടിക്കിൾ 21 നമ്മളോട് പറയുന്നത്. എത്രമാത്രം ഈ സ്ത്രീയെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എത്രമാത്രം നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി, ഭരണഘടനാ വ്യവസ്ഥകൾ നമുക്കുണ്ട്. അതുകൂടാതെ സുപ്രീം കോടതി തന്നെ സുപ്രധാനമായ വിധിന്യായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, അതുപോലെ ബോധിസത്വ ഗൗതം വേഴ്സസ് മിസ് സുബ്രത ചക്രവർത്തി, നർഗേഷ് മിർസ വേഴ്സസ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇതൊക്കെ വളരെ സുപ്രധാനമായ നിയമങ്ങൾ നമ്മുടെ സുപ്രീം കോടതി വിധിയിലൂടെ വന്നതാണ്. ഞങ്ങളിപ്പോൾ മകൾക്കൊപ്പം എന്നുള്ള ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾ കൂടുതൽ നിയമബോധമുണ്ടാക്കാൻ, എന്തെല്ലാം നിയമപരമായ അവകാശങ്ങൾ സ്ത്രീകൾക്കുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ക്യാമ്പയിന്റെ ഭാഗമായി പുസ്തകം അടിച്ചിറക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ കോളേജ് ലൈബ്രറിയിലേക്കും അതിന്റെ കോപ്പി എത്തിക്കാം. നിങ്ങൾ വായിക്കണം. എന്തെല്ലാം അവകാശങ്ങൾ, നിയമപരമായ അവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ, IPC-യിൽ, ഇന്ത്യൻ പീനൽ കോഡിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. 498A സെക്ഷൻ, ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ഓഫ് ഹസ്ബൻഡ് ഓഫ് എ വുമൻ സബ്ജക്റ്റിംഗ് ഹർ ടു ക്രൂവൽറ്റി. ഭർത്താവിന്റെ ബന്ധുക്കളോ ക്രൂരമായി പെൺകുട്ടിയോട് പെരുമാറിയാൽ 498A എന്നുള്ള സെക്ഷൻ ആപ്ലിക്കബിൾ ആണ്. ജാമ്യമില്ലാത്ത കേസാണ്. 304B
സ്ത്രീധന മരണത്തിന് കാരണമായാൽ, അത് ആത്മഹത്യയായാലും ആ സ്ത്രീധന മരണത്തിന് കാരണമായാൽ അത് 304B ആണ്. അതുപോലെ ഔട്ട്റേജിങ് മോഡസ്റ്റി ഓഫ് വിമൻ 354, 509 ഇന്റൻഡിങ് ടു ഇൻസൾട്ട് ദ മോഡസ്റ്റി ഓഫ് എനി വിമൻ. ഇങ്ങനെ നിരവധിയായിട്ടുള്ളതാണ്. അതുകൂടാതെ 2013 ഡൽഹിയെയും രാജ്യത്തെയും പിടിച്ചുകുലുക്കിയ നിർഭയ കേസുണ്ട്. ആ നിർഭയ കേസിനെ തുടർന്ന് നമ്മുടെ പാർലമെന്റ് ചേർന്ന് നിരവധി വകുപ്പുകൾ പുതിയതായി ചേർത്തു. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ നമുക്ക് ഒരു സെക്ഷൻ നിങ്ങൾ കേൾക്കണം. സെക്ഷൻ 46, നോ വുമൺ ഷാൽ ബി അറസ്റ്റഡ് ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ബിഫോർ സൺറൈസ്. സന്ധ്യയായി കഴിഞ്ഞ് നേരം വെളുക്കുന്നതിന് മുമ്പ് രാത്രിയിൽ ഒരു സ്ത്രീയെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോലും പാടില്ല. കൃത്യമായിട്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പറഞ്ഞിരിക്കുകയാണ്. പ്രൊട്ടക്ഷനാണ്. രാത്രി അറസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല. അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ചെയ്യാൻ പാടില്ല, നിയമമാണ്. അതുപോലുള്ള നിരവധി നിയമങ്ങൾ. മെയിൻ്റനൻസ്, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീക്ക് ജീവനാംശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷൻ 125 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിന്നീട് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഈ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി 2005 പാസാക്കിയ നിയമം, 1961 പാസാക്കിയ ഡൗറി പ്രോഹിബിഷൻ ആക്ട് നിയമമാണ്. പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് അതിലെ വാക്ക് നിങ്ങൾ കേൾക്കണം. ഇഫ് എനി പേഴ്സൺ ആഫ്റ്റർ ദി കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ഗിവ്സ് ഓർ ടേക്സ് ഓർ abets the giving or taking of dowry, he shall be punishable with imprisonment for a term which shall not be less than 5 years, and with a fine which shall not be less than 50,000 rupees or the amount of the value of such dowry. 5 വർഷം ശിക്ഷിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കുറവ് 15,000 രൂപ, അല്ലെങ്കിൽ ഡൗറിയായി കൊടുത്തിരിക്കുന്ന തുകയ്ക്ക് തുല്യമായ തുക. ഏതാണ് കൂടുതൽ അതാണ്. പിന്നെ സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്. ഈ വൈശാഖ കേസിലെ സുപ്രധാനമായ സുപ്രീം കോടതി വിധിയാണ്. അത് പ്രിവെൻഷൻ ആൻഡ് പ്രോഹിബിഷൻ ആക്ട് 2013 നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട്. അല്ലാതെ നാട്ടിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, വനിതാ കമ്മീഷൻ, സ്റ്റേറ്റിലെ വനിതാ കമ്മീഷൻ, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ. ഇതെല്ലാം ഇതിനെല്ലാത്തിനെയും കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഹപ്രവർത്തകർക്ക്, നമ്മുടെ പരിചയമുള്ളവർക്ക്, നമ്മുടെ അയൽക്കാർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നിയമപരമായി സ്ത്രീയുടെ തുല്യതയും സ്ത്രീയുടെ അവകാശങ്ങളും നമ്മുടെ നാട്ടിൽ സംരക്ഷിക്കപ്പെടുക. ഇവിടെ ഈ നിയമങ്ങളെല്ലാം പുസ്തകത്തിൽ ഇരിക്കുമ്പോൾ എല്ലായിടത്തും അപമാനിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയുമാണ് സ്ത്രീ. എവിടെയല്ല, ജോലി സ്ഥലങ്ങളിൽ, ആൾക്കൂട്ടത്തിൽ, പൊതുഗതാഗത സംവിധാനങ്ങളിൽ. എന്തിനാണ് ഞാൻ പറഞ്ഞു വന്ന് ഒരു ഹൗസിംഗ് ഫോറത്തിന്റെ ഒരു നാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാനിടയായി. ഭവനരഹിതരായ ആളുകളെ കുറിച്ചുള്ള ചർച്ച ഷോക്കിംഗ് ആണ്. കേട്ടുകഴിഞ്ഞാൽ കണ്ടുന്ന ഡാറ്റ. നാടോടികളായിട്ടുള്ള ആളുകളുണ്ട്, വീടില്ലാത്തവർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യപ്പെടുന്നവർ, പാലത്തിന്റെ അടിയിൽ, കലുങ്കിന്റെ അടിയിൽ, കടത്തിണ്ണകളിലെല്ലാം ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ, ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടോ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെയും തോളിൽ എടുത്ത് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന സ്ത്രീകൾ, അവരെല്ലാം അപമാനിക്കപ്പെടുകയാണ്. കടത്തിണ്ണകളിൽ, പാലത്തിനടിയിൽ, കലിങ്കിനടിയിൽ, കൂരകളിൽ, അവര് പാർക്കുന്ന ടെന്റുകളിൽ എല്ലാം അപമാനിക്കപ്പെടുകയാണ്. നമ്മുടെ ചോര തിളയ്ക്കും നമ്മൾ കേട്ടുകഴിഞ്ഞാൽ, ആ വിവരങ്ങൾ കേട്ടുകഴിഞ്ഞാൽ, ആ ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. വഴിയിൽ കിടക്കുന്നവരെ പോലും വെറുതെ വിടാത്ത ക്രൂരന്മാരായി, അപരിഷ്കൃതരായി നമ്മുടെ മനുഷ്യർ മാറിയിരിക്കുകയാണ്. ഈ ഒരു അസമത്വം, ആ ഒരു ഇന്നിക്വാളിറ്റി മുമ്പിൽ നിൽക്കുന്നുണ്ട്. അവകാശമില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പെൺകുട്ടി ഒരു ഭർതൃഗ്രഹത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാൽ, ക്രൂരമായ പീഡനത്തിന് വിധേയമായാൽ എന്താണ് ആ കുട്ടിയുടെ മുമ്പിലുള്ള ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നാണ്, അല്ലേ? സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ള. പല കുട്ടികൾ ആലോചിക്കും, എന്താ കടം മേടിച്ചാണ് വിവാഹം നടത്തിയിരിക്കുന്നത്, വീട് പണയപ്പെടുത്തിയിട്ടാണ് വിവാഹം നടത്തിയിരിക്കുന്നത്. ചിലപ്പോൾ 1 or 2 അനിയത്തിമാരുണ്ടാകും അവിടെ, അവരുടെ വിവാഹം കൂടി നടക്കണം. അപ്പൊ ഈ കുട്ടി ഓർക്കും, തിരിച്ചു ചെന്നാൽ മാതാപിതാക്കൾക്ക് ഞാനൊരു ഭാരമാകും,
എൻ്റെ അനുജത്തിമാർക്ക് ഞാനൊരു ഭാരമാകും. കടബാധ്യതയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് കുടുംബം. എൻ്റെ വിവാഹം നടത്തിയപ്പോൾ ഞാൻ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോയാൽ അവർക്കൊരു ഭാരമാകും. പിന്നെ എങ്ങോട്ട് പോകും? അതാണ് പ്രശ്നം. സ്റ്റേറ്റ് ഉണ്ടോ പ്രൊട്ടക്ട് ചെയ്യാൻ? വനിതാ കമ്മീഷനുണ്ട്, ഈ പറയുന്ന നിയമ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ അപമാനിക്കപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന, ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു സ്ത്രീ, നീ ധൈര്യമായിട്ട് പോരും, നിന്നെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് സ്റ്റേറ്റിന് പറയാൻ കഴിയണം. അതിലേക്ക് എത്തിക്കണം നമ്മൾ ഈ ക്യാമ്പയിൻ. ഈ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യും. വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് അപേക്ഷകൾ വാങ്ങിച്ച് ഒരു ഹിയറിംഗ് നടത്തി ഉപദേശിച്ചു പറഞ്ഞു വിടാനുള്ള ഒരു സംവിധാനത്തിലേക്കും അപ്പുറം പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയണം. അവരെ സംരക്ഷിക്കാൻ കഴിയണം, അവരെ താമസിപ്പിക്കാൻ കഴിയണം, അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ ഏതെങ്കിലും ജോലി ചെയ്യിപ്പിച്ച് സ്വയം വരുമാനമുണ്ടാക്കി ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അവർക്ക് ചെറുത്തു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അവർക്ക് ആ ധൈര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ ഇനി എനിക്കൊരു വഴിയുമില്ല, ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുക മാത്രമാണ് നിവൃത്തിയുള്ളത് എന്ന് വിചാരിക്കരുത്. സമൂഹം എന്താണ്? ഒരു പെൺകുട്ടി തിരിച്ചു വന്നാൽ അവൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ല, അതുകൊണ്ടാണ് തിരിച്ചു വന്നതെന്നാണ്. പ്രിജുഡീസ്ഡാണ്, മുൻവിധികളോടാണ് സ്ത്രീകളെ കാണുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. പുരുഷൻ കുറ്റം ചെയ്യില്ല എന്നാണ് ധാരണ. പുരുഷൻ ഒരു കുറ്റവും ചെയ്യില്ല. കുറ്റം ചെയ്യുന്നത് മുഴുവൻ സ്ത്രീയാണ്. അവൾക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ജീവിച്ചാൽ പോരായിരുന്നു. അടങ്ങി ഒതുങ്ങി എങ്ങനെയാ ജീവിക്കുന്നത്? അടിയും മേടിച്ച് ആട്ടും തുപ്പും കേട്ട് ഭക്ഷണം പോലും കിട്ടാതെ എങ്ങനെ ജീവിക്കും? അപ്പൊ അത് ജീവിച്ചോളണം എന്നാണ് എന്നോട്. ഞാൻ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ചെന്നപ്പോ എന്നോടൊരു മുതിർന്ന ഒരു സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ കാലത്താണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്നൊരു അടി കിട്ടി തിരിച്ച് വീട്ടിലേക്ക് ചെന്നാൽ വീട്ടിൽ 2 അടി കിട്ടും, തിരിച്ചു പോകാൻ പറഞ്ഞു. അതൊരു കാലമാണ്. ആ കാലത്തെ പോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. അത് ആൺകുട്ടികളാണെങ്കിലും അവരുടെ കുടുംബങ്ങളാണെങ്കിലും അത് എവിടെയാണ് ഇത് നഷ്ടപ്പെടുന്നത്? ആ തുല്യത നഷ്ടപ്പെട്ടതുകൊണ്ടാണ്, തുല്യമായി കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് തുല്യത മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയും. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയും. അതിനേക്കാൾ മുന്നിൽ നിൽക്കാൻ കഴിയും. ഏറ്റവും മുന്നിൽ യാത്ര ചെയ്യാൻ കഴിയും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്രയോ വനിതകളാണ് ഏതെല്ലാം രംഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്ക് ചുറ്റും കാണുന്ന എത്രയോ സ്ത്രീകളാണ്. അവരെല്ലാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ അവരേത് പുരുഷനേക്കാളും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ആ ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. ഇതിന്റെ മുന്നിലൊന്നും തളർന്നു പോകരുത്. ഒരു കൾച്ചർ ഉണ്ടാകണം നമ്മുടെ സമൂഹത്തിൽ. സ്ത്രീയോട് അപമാനകരമായി പെരുമാറിയാൽ പിന്നെ സമൂഹത്തിൽ അവമതിക്കപ്പെടും. സമൂഹത്തിൽ പിന്നെ തല ഉയർത്തി നടക്കാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടാകണം. ആ ധാരണ ചെറുപ്പത്തിലേ ഉണ്ടാകണം. പെൺകുട്ടികൾക്ക് മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യമല്ലത്, ആൺകുട്ടികളുടെ മനസ്സിലും ഉണ്ടാകണം. അവരും സ്ത്രീകളെ, പെൺകുട്ടികളെ അതുപോലെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ പഴയ കാലങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച, അതിനെ പ്രതിരോധിച്ച ഇഷ്ടംപോലെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. സിനിമയിലും നോവലിലും മാത്രമല്ല, ജീവിതത്തിലെ കഥാപാത്രങ്ങളുണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചവർ, ആ വെല്ലുവിളികളെ അതിജീവിച്ചവർ, ആ വെല്ലുവിളികളെ മറികടന്നവർ. അതിന് കഴിയും. അതിനുള്ള ആത്മവിശ്വാസം പൊതുസമൂഹം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യാപകമായി നടക്കുന്ന ഈ അതിക്രമങ്ങൾക്കെതിരായി ഇപ്പൊ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു 2 വയസ്സുള്ള കുഞ്ഞു പോലും രക്ഷപ്പെടുന്നില്ല. 2 വയസ്സുള്ള കുഞ്ഞു മുതൽ 90 വയസ്സുള്ള മുത്തശ്ശി വരെ അപമാനിക്കപ്പെടുകയാണ്. അവിടെയാണ് തുല്യതയുടെ പ്രശ്നം എന്ന് പറയുന്നത്. പരസ്പര ബഹുമാനമാണ്. ഇന്നലെ എന്താണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്? ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ കാണാൻ ചെന്ന ഒരു PG സ്റ്റുഡന്റ്, അവർ റെപ്രസെന്റ് ചെയ്തു പോയതാ PG ഡോക്ടർമാരുടെ. അവർ കാല് വേദനിച്ചപ്പോൾ കാലിന് മീതെ കാല് കയറ്റി വെച്ചു. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു കാലെടുത്ത് വേറെ കാലിന്റെ മീതെ വെക്കും. അതൊക്കെ നമ്മൾ ശീലിച്ചാണ്. ഈ പെൺകുട്ടി കാലെടുത്ത് വെച്ചപ്പോൾ ബാഡ്ജ് ധരിച്ച ഒരു ജീവനക്കാരൻ വന്നിട്ട് പറഞ്ഞു കാല് താത്തി വെക്കണം എന്ന് പറഞ്ഞു. ഇവിടെ കാല് കയറ്റി വെക്കാൻ പറ്റില്ല, ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കാല് കയറ്റി വെക്കാൻ പറ്റില്ല. അവിടെ ഒരു പുരുഷനാണ് ഇരുന്നതെങ്കിൽ അയാൾക്ക് ഇപ്പം ഞാനാണ് അവിടെ പോയിരിക്കുന്നത്, ഞാൻ എന്തായാലും ചെന്നാൽ അപ്പോൾ കാല് കയറ്റി വെക്കും. കാല് കയറ്റി വെച്ച് എന്നോട് ആരെങ്കിലും വന്ന് പറയുമോ കാല് കയറ്റി വെക്കരുത്, ഇവിടെ കാല് കയറ്റി ഇരിക്കാൻ പാടില്ല? അത് വളരെ അപമാനകരമായൊരു പരാമർശം കൂടി എന്നെ നടത്തി. ഞാനത് ഇവിടെ പറയുന്നില്ല. ആ പെൺകുട്ടിയോട് അപമാനകരമായ ഒരു പരാമർശം നടത്തി. ആ പെൺകുട്ടി പുറത്തു വന്ന് പ്രതിഷേധിച്ചു, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് പ്രതിഷേധിച്ചു. നടപടിയെടുക്കണ്ടേ? ആരാണ് ഇങ്ങനെ പറയാൻ? ആർക്കാണ് ധൈര്യം കൊടുത്തിട്ടുള്ളത്? കാലിന്മേൽ കാല് വെറ്റി വെക്കാൻ പറ്റില്ല, അപ്പുറത്തൊരു പുരുഷനിരിക്കാം, കാലിന്മേൽ കാല് കയറ്റി വെച്ച്. ഒരു പെൺകുട്ടി കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്ന എന്താ കുഴപ്പം? എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്ത് ആകാശമാണ് ഇടിഞ്ഞു വീഴാൻ പോകുന്നത്?
അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള തെറ്റായ ചില ധാരണകളാണ്. പെൺകുട്ടി അങ്ങനെ ആകണം, പെൺകുട്ടി ഇങ്ങനെ ആകണം, പെൺകുട്ടി അങ്ങോട്ട് നോക്കരുത്, പെൺകുട്ടി ഇങ്ങോട്ട് നോക്കരുത്, ചെന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ കയറിക്കൊള്ളണം, അവിടുത്തെ ആഹാരം മുഴുവൻ പാകം ചെയ്യണം, വസ്ത്രങ്ങൾ മുഴുവൻ അലക്കണം. അത് അവരുടെ ജോലിയാണ്, ചെറുപ്പത്തിൽ തൊട്ടുള്ള ജോലിയാണ്. ആ ജോലി ചെയ്തോട്ടെ. ആ ജോലിക്ക് എന്തെങ്കിലും അംഗീകാരമുണ്ടോ? ആ ജോലിക്ക് ഒരു ശമ്പളമുണ്ടോ? ആ നടപ്പിന് ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ രാവിലെ മുതൽ കിടക്കുന്നത് വരെ എത്ര ദൂരം നടക്കുന്നുണ്ട്? ഇപ്പൊ കിടക്കി ചില മൊബൈൽ ഫോണിലും വാച്ചിലും ഒക്കെ ആ സംവിധാനമുണ്ട്. ഒരു ദിവസം എത്ര സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെന്ന് വൈകുന്നേരം ആകുമ്പോൾ അറിയാവുന്ന സംവിധാനമുണ്ട്. എന്തായാലും പുറത്തേക്ക് പോകുന്ന ഭർത്താവും വീട്ടിലിരിക്കുന്ന ഭാര്യയും രണ്ടുപേര് എത്ര സ്റ്റെപ്പ് ഒരു ദിവസം നടന്നു എന്ന് പരിശോധിച്ചാൽ ഞാൻ ഉറപ്പു പറയുന്നു, ഭർത്താവ് നടന്നതിന്റെ ഇരട്ടി ഭാര്യയും വീടിനകത്ത് നടന്നതാണ്. അതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്തതാണ്. അതിനൊരു അംഗീകാരമില്ല എന്നുള്ളൊരു നിലയിലേക്ക് പോകുന്നു. അപ്പൊ ഇത് ടേക്കൺ ഫോർ ഗ്രാൻഡഡാ. അതങ്ങനെ ചെയ്തോട്ടെ, അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അത് അങ്ങനെ ആയിക്കോട്ടെ, അത് അങ്ങനെ വിധിക്കപ്പെട്ടവരാണ്. അപ്പൊ സ്ത്രീയുടെ മനസ്സിലും ആ ഒരു വിധേയത്വം ഉണ്ടാവുകയാണ്. ഞാനെങ്ങനെ വിധേയയായി ജീവിക്കേണ്ടവളാണ്, എന്റെ റോൾ അതാണ്, എന്റെ ജന്മം അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. വിധേയയായി അടിമയായി ഞാൻ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന്. നിയമപരമായി എനിക്കുള്ള അവകാശങ്ങൾ, എനിക്കുള്ള സ്വാതന്ത്ര്യം, അത് വളരെ വിലപ്പെട്ടതാണ്. അത് നിലനിർത്തുക. അതിനുവേണ്ടി വഴക്കിടണമെന്നല്ലേ ഞാൻ പറയുന്നത്. പക്ഷേ അപമാനിതരാകുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയുന്ന, അവഹേളിക്കപ്പെടുമ്പോൾ പ്രതിഷേധിക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സൊസൈറ്റിയിൽ മൊത്തം നിങ്ങൾ ഒരു 100 പേർ തിരിഞ്ഞു നിന്ന് പ്രതിഷേധിച്ചാൽ അപ്പൊ എല്ലാവരും റീതിങ്ക് ചെയ്യും. ഒരു സംശയം വേണ്ട, റീതിങ്ക് ചെയ്യും. ഈ പരിപാടി ഇവിടെ ഓടില്ല എന്ന് ബോധ്യം വരുത്തണം. ഇതിവിടെ നടക്കില്ല, ഇത് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ അപമാനിക്കപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് നിങ്ങൾ 100 പേര് തിരിഞ്ഞു നിന്നാൽ മതി. എന്റെ റൈറ്റ്, എന്റെ അവകാശം, എനിക്ക് ജീവിക്കാനുള്ള അവകാശം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാഭിമാനത്തോടെ എനിക്ക് എന്റെ നാട്ടിൽ എന്റെ രാജ്യത്ത് എനിക്ക് ജീവിക്കാനുള്ള എന്റെ അവകാശത്തെ അതിന്മേൽ ഒരാളും കടന്ന് കയറരുത്. അപരിഷ്കൃതമായ ഈ സമൂഹത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട, അപ്പൊളിറ്റിക്കലാണ്, അരാഷ്ട്രീയവാദം വളരുകയാണ് നമ്മുടെ സൊസൈറ്റിയിൽ. അരാഷ്ട്രീയവാദത്തിന്റെ ചില അടയാളങ്ങളാണ് ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത്. പൊളിറ്റിക്കലായിട്ടുള്ള ഒരാൾക്ക് എല്ലാത്തിനെയും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ട, അതിന്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന, അതിനെ നോക്കിക്കാണുന്ന ഒരാൾക്ക് ഈ സ്ത്രീ വിരുദ്ധത ആ ആളുടെ മനസ്സിൽ ഒരു കാരണവശാലും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്. അത് ഈ പൊളിറ്റിക്കലാകുക എന്ന് പറയുന്നത് ഉയർന്ന ജനാധിപത്യ ബോധം തന്നെയാണ്. ഉയർന്ന ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞാൽ സ്ത്രീയായാലും പുരുഷനായാലും നമ്മുടെ അഭിപ്രായത്തോട് അവർ വിയോജിക്കുമ്പോൾ ആ വിയോജിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ പോലും നെഹ്റു പറഞ്ഞതുപോലെ ബഹുമാനിക്കുന്ന ഒന്നാണ്, അല്ലേ? അതാണ് ഏറ്റവും പ്രധാനം. ആ ജനാധിപത്യ ബോധം, മറ്റുള്ളവർക്ക് അവകാശമുണ്ട് എന്നുള്ള തോന്നൽ. ഇപ്പോ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിൽ നൽകുന്നുണ്ട്. വഴി നടക്കാൻ, കൈവീശി നടക്കാം. അപ്പോൾ നിങ്ങൾ നാളെ കൈവീശി നടക്കുകയാണ്, കൈവീശി നന്നായിട്ട് വീശി നടക്കുകയാണ്. കാരണം ഭരണഘടന സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അപ്പൊ നേരെ എതിരെ ഒരാൾ വരികയാണ്, ആളെ നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ കൈ വീശി നടക്കുന്നതിൻ്റെ ഇടയിൽ അയാളുടെ മൂക്കിനിട്ട് ഒറ്റയിടി. അപ്പൊ അയാൾ പോയി പരാതി കൊടുക്കും. എന്താ കാര്യം? എന്റെ സ്വാതന്ത്ര്യം, വഴി നടക്കാനുള്ള എന്റെ സ്വാതന്ത്ര്യം, കൈ വീശി നടക്കാനുള്ള എന്റെ സ്വാതന്ത്ര്യം. ഞങ്ങളെ പണ്ട് നിയമം പഠിപ്പിക്കുമ്പോൾ അധ്യാപകർ പറയും, നമ്മുടെ ആ കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെ അവസാനിക്കുന്നു? മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പിന്റെ തൊട്ടപ്പുറത്ത് വെച്ച് അവസാനിക്കുന്നു. അവിടെ മുതൽ അയാളുടെ സ്വാതന്ത്ര്യം തുടങ്ങിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരമാധികാരമല്ല. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒന്നാണ്. ആർക്കും നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അത് തന്നെയാണ് മൗലികാവകാശങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ തുല്യത എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയണം, അതിനേക്കാൾ ഫലപ്രദമായി കഴിയണം. എന്നോട് പ്രിൻസിപ്പലിവിടെ പറഞ്ഞു, ഇവിടെ മിക്സഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം 78% സ്റ്റുഡന്റ് ഗേൾസ് സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? നിങ്ങൾ ആരെങ്കിലും ശുപാർശയിൽ വന്നാലല്ലോ, മെറിറ്റിൽ വന്നവരാണ് നിങ്ങൾ. 78 ആയത് അല്ലേ? മെറിറ്റ് ആയത്, ഇവിടെ പ്യൂർ മെറിറ്റ് ആയതുകൊണ്ടാണ്. മാനേജ്മെന്റ് സീറ്റ് ഇത്ര പെർസെന്റേജേ ഉള്ളൂ. പക്ഷെ 78% നിങ്ങൾ വന്നത്, പെൺകുട്ടികൾ ഇവിടെ വന്നത് നിങ്ങൾ മെറിറ്റിൽ വന്നവരാണ്, അല്ലേ?
എനിക്ക് വലിയ അഭിമാനം തോന്നി. 78% പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ് എന്ന് പറഞ്ഞപ്പോൾ അഭിമാനം തോന്നി. കാരണം ആ പെൺകുട്ടികൾ നന്നായി പഠിച്ച് നല്ല മെഡിക്കലായിട്ട് പഠിച്ച് നിങ്ങൾ മെറിറ്റിൽ അഡ്മിഷൻ നേടി ഇവിടെ വന്നവരാണ്. ആ മെറിറ്റ് ഈ 78% നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പഠിച്ച് ഇവിടെ മെറിറ്റിൽ അഡ്മിഷൻ മേടിക്കാമെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് മേടിക്കാമെങ്കിൽ, യൂണിവേഴ്സിറ്റികളുടെ റാങ്ക് ലിസ്റ്റൊക്കെ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ പേരുകളല്ലേ വരുന്നത്, മേടിക്കാമെങ്കിൽ ജീവിതത്തിലും ആ മെറിറ്റ് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ആ ജീവിതത്തിലും മെറിറ്റ് പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെയും മുൻപന്തിയിൽ നിൽക്കണം. മുന്നിൽ നിന്നില്ലെങ്കിലും പുറകിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. മുന്നിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും പുറകിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അവഹേളിതരായി നിൽക്കേണ്ട ആവശ്യമില്ല, അപമാനിക്കപ്പെട്ടവരായി നിൽക്കേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരു ട്രെൻഡായി വരണം. ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്. നമ്മളിത് പ്രസംഗിച്ചു പോകുന്നതിനേക്കാൾ അപ്പുറത്തേക്കായി ഒരു ട്രെൻഡാകണം, ഒരു ചെറുത്തുനിൽപ്പിന്റെ ഒരു ട്രെൻഡാകണം. ഇത് നടക്കില്ല. ഈ ഒരു അവഹേളനം നടക്കില്ല, ഈ ഒരു അപമാനം നടക്കില്ല. എവിടെ വെച്ച് അപമാനിക്കപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ തന്നെ ആകണമെന്നില്ല, നമ്മുടെ സുഹൃത്തുക്കൾ അപമാനിക്കപ്പെട്ടാൽ അവിടെ നമുക്കൊരു ചെറുത്തുനിൽപ്പിൻ്റെതായ ഒരു കാര്യം വേണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. നിങ്ങളുമായിട്ട് സംവദിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉത്തരം പറയാം എന്നുകൂടി വിനയപൂർവ്വം ഞാൻ പറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ വാക്കുകൾ കേട്ടിരുന്നതിന് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. സംവാദത്തിനുള്ള സമയമാണിത്. ചോദ്യങ്ങൾ ചോദിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ചോദിക്കാവുന്നതാണ്. A very warm good morning to all the students and the honorable guests present at the podium. എനിക്കൊരു ക്വസ്റ്റ്യൻ അല്ല ചോദിക്കാനുള്ളത്, ബട്ട് ഐ ജസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എനിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതൊരു ജെൻഡർ ഇക്വാലിറ്റി ഡിബേറ്റ് ആണ്. ആൻഡ് ആക്ച്വലി എത്ര ജെൻഡേഴ്സ് ഉണ്ടെന്ന് അറിയാം എല്ലാവർക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഐ നോ വൺ തിങ്, ദർ ആർ മോർ ദാൻ 2 genders, മെയിൽ ആൻഡ് ഫീമെയിൽ. ഒരു ജെൻഡർ ഇക്വാലിറ്റി ഡിബേറ്റ് ആകുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂസീവ് ഓഫ് ഓൾ ദി ജെൻഡേഴ്സ്, നോട്ട് ജസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ. ഇക്വാലിറ്റി ഡിസ്കസ് ചെയ്യുമ്പം ഇക്വാലിറ്റി ബിറ്റ്വീൻ നോട്ട് ജസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ, പക്ഷേ എല്ലാ ജെൻഡേഴ്സിലും. ഇവിടെ ഈ പ്രോഗ്രാമിൽ ജെൻഡർ ഇക്വാലിറ്റി ഡിബേറ്റിന് തന്ന രജിസ്റ്റർ ഫോമിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, നെയിം, ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ദർ വാസ് ദിസ് വൺ ഓപ്ഷൻ ജെൻഡർ. അതിലാകെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, മെയിൽ ആൻഡ് ഫീമെയിൽ. ആൻഡ് ലുക്ക് അറ്റ് ദി ഐറണി ഔട്ട് ദേർ. ജെൻഡർ ഇക്വാലിറ്റി ഡിബേറ്റിന് തന്ന രജിസ്റ്റർ ഫോമിൽ ഓപ്ഷൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വാട്ട് അബൌട്ട് അതേഴ്സ്? ഡെമി ബോയ്, ഡെമി ഗേൾ, ബൈ ജെൻഡേഴ്സ്, അങ്ങനെ കുറേ ജെൻഡേഴ്സ് ഉണ്ട്. അവിടെ ഒരു അതറിനുള്ള ഓപ്ഷനെങ്കിലും അവിടെ വേണമായിരുന്നു. ജെൻഡർ ഇക്വാലിറ്റി ഡിബേറ്റ് ഐ തിങ്ക് അത് സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഷുഡ് ബി ടേക്കൺ ഇൻ അക്കൗണ്ട്. താങ്ക് യു സർ. മൈ നെയിം ഈസ് പ്രിയ. ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഞാൻ ഈ ഫോം കണ്ടില്ല. ഈ പറഞ്ഞതാണ് 100% കറക്റ്റ്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ജെൻഡേഴ്സിനും ഉണ്ട് ഇക്വാലിറ്റി, മെയിലും ഫീമെയിലും മാത്രമല്ല. 100% സ്വാഗതാർഹമായ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. എനിക്ക് പറയാൻ വേറെ വാക്കുകളില്ല. കാരണം എന്താണ് മോള് പറഞ്ഞത് 100% കറക്റ്റാണ്. അതുകൂടി നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കുക. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയാതെ പോയ ഒരു കാര്യമാണ്. അതെന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. പറയാതെ പോയൊരു കാര്യമാണ് അത്. നമ്മൾ ഈ ഡൗറി ഡെത്തും അതുപോലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വയലൻസിനെ കുറിച്ചാണ് നമ്മുടെ ടോപ്പിക് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാതിരുന്നത്. ഈ ട്രാൻസ്ജെൻഡറിൻ്റെ അവർക്ക് നേരെയും
വലിയ തോതിലുള്ള വയലൻസും അതിക്രമങ്ങളും അവഹേളനവും നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. എല്ലാവർക്കും ആ ഇക്വാലിറ്റിയാണ് വേണ്ടത്. അപ്പോൾ അത് നല്ല നല്ല പോയിന്റാണ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അമർനാഥ്. ഇവിടെ സെക്കൻഡ് ഇയർ MA ഇംഗ്ലീഷ് പഠിക്കുന്നു. രണ്ട് കാര്യം പറയാനുണ്ട്. ആദ്യത്തെ കാര്യം കുട്ടി പറഞ്ഞ തുടർച്ചയാണ്. അതിൽ മെയിൽ ഫീമെയിൽ ഇല്ല, ഫീമെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ എനിക്ക് തോന്നുന്ന പൊതുബോധം എന്നുള്ളത് സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകളുടെ റൈറ്റ്സിനെ കുറിച്ച് അറിയേണ്ടത് സ്ത്രീകൾ മാത്രമാണെന്നൊരു ഒരു ഒരു പ്രിജുഡീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്ത്രീകളെ കുറിച്ച് അറിയേണ്ടത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷനും കൂടിയാണ്. സ്ത്രീ എന്തൊക്കെ ആക്രമണങ്ങളെ നേരിടുന്നു എന്നറിയേണ്ടത് സ്ത്രീകൾ മാത്രമല്ല, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീക്കെതിരെ ആക്രമണമാവും എന്ന് അറിയേണ്ടത് പുരുഷനും കൂടിയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ പെങ്ങളോടോ അമ്മയോടോ അല്ലെങ്കിൽ ഭാര്യയോടോ അനുഷ്ഠിച്ചു വന്ന കാര്യങ്ങൾ, എന്തൊക്കെ ആണ് തെറ്റ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാതിരുന്നത്, നിങ്ങൾ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ തിരുത്തേണ്ടത് എന്ന് ഓരോ പുരുഷന്റെയും മുഖത്ത് നോക്കി പറയാൻ ഇത്തരം സംവാദങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആ ജെൻഡർ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ രണ്ടിലധികം ജെൻഡേഴ്സ് അവിടെ കൊടുക്കേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് സാറിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഇപ്പൊ നിലവില് നമ്മുടെ ഒരു ഇലക്ഷൻ നടന്ന സമയത്ത് MLA ഇലക്ഷൻ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഇലക്ഷൻ നടന്ന സമയത്ത് എല്ലാ മുന്നണിയിലും ഒരു 20-ൽ താഴെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. അപ്പൊ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഞാൻ 50% എന്ന് പറയുന്നില്ല, ഒരു 30% സ്ത്രീ പ്രാതിനിധ്യം, അതുപോലെ മിനിമം ഒരു 10% ട്രാൻസ്ജെൻഡേഴ്സ് അതേഴ്സ് എന്നുള്ള പ്രാതിനിധ്യം വരാൻ എന്തൊക്കെ കടമകൾ നമ്മൾ ഇനി കടക്കേണ്ടതുണ്ട്, അങ്ങനെ ഒരു കാലം എന്ന് എത്തിച്ചേരും? രണ്ട് കാര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചതാണ്. പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള അവയർനെസ്സും ആ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചും പെൺകുട്ടികൾ മാത്രം കേട്ടാൽ പോരാ, ആൺകുട്ടികളോട് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആൺകുട്ടികളാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കേണ്ടത്. ഒരു സ്ത്രീയെ എങ്ങനെ കാണണം, ഒരു പെൺകുട്ടിയെ എങ്ങനെ കാണണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. പെൺകുട്ടികൾക്ക് മാത്രം ആ ധാരണ ഉണ്ടായാൽ പോരാ, ആൺകുട്ടികൾക്കും വേണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡൗറിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലാതെ സ്ത്രീകളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആൺകുട്ടികൾ എടുക്കുന്ന തീരുമാനവും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അവർക്കുണ്ടാകുന്ന അവയർനെസ് കൂടുതലുണ്ടായാൽ ഇവിടെ ചെറുത്തുനിൽപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം അതൊരു സൊസൈറ്റിയുടെ ഒരു കൾച്ചറായി, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൾച്ചറായി അവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവരെ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന സമയം അതിനെക്കുറിച്ച് ഇതേ ക്യാമ്പയിൻ തന്നെ ആൺകുട്ടികളുടെ ഇടയിൽ നിർബന്ധമായി വേണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. രണ്ടാമത്തെ ചോദ്യം നല്ല ചോദ്യമാണ്. ഇത് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് ശക്തിയായ എതിർപ്പായിരുന്നു. അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിലെല്ലാം എതിർപ്പായിരുന്നു. പക്ഷേ ശ്രീ രാജീവ് ഗാന്ധി വന്നപ്പോഴാണ് ആദ്യം ലോക്കൽ ബോഡിയിൽ 1/3 കൊടുക്കണം, 33% ഉറപ്പായിട്ട് സ്ത്രീകൾക്ക് സംവരണം ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ കൊടുക്കണം എന്ന് തീരുമാനിച്ചത്. പിന്നീട് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് 50% ആയി, 50%. മാത്രമല്ല ഇപ്പോൾ കോർപ്പറേഷൻ മേയർ, മുനിസിപ്പൽ ചെയർമാൻ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ കാര്യത്തിലെല്ലാം 50% റിസർവേഷൻ കേരളത്തിലുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ലോക്കൽ ബോഡിക്കൊന്നും ഒരു ദോഷവും സംഭവിച്ചില്ല. ഇപ്പോൾ നന്നായി പല പുരുഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരെക്കാളൊക്കെ നന്നായി പ്രവർത്തിക്കുന്ന ധാരാളം വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, മേയർമാര്, മുനിസിപ്പൽ ചെയർമാൻമാരൊക്കെ ഉണ്ട്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അവരത് പ്രൂവ് ചെയ്തു. എങ്ങനെ? അവർക്ക് ഞങ്ങൾക്കതിന് കഴിയുമെന്ന് ആ അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നിയമസഭകളിലേക്കും ലോകസഭയിലേക്കും ഈ സ്ത്രീ സംവരണം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് ആ കാര്യത്തിൽ പോകാനുണ്ട്. കാരണം അതിങ്ങനെ വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പൊളിറ്റിക്കലാകുന്നതിനേക്കാൾ ഭയങ്കരമായിട്ടൊരു അപ്പൊളിറ്റിക്കലായിട്ടുള്ളൊരു സൊസൈറ്റി ഫോം ചെയ്തു വരികയാണ്. അവര് ഭയങ്കര കൺസർവേറ്റീവ് ആവുകയാണ്. ഞാൻ ചരിത്രത്തിന്റെ പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കുകയാണെന്ന് പറഞ്ഞത് വെറുതെ നടക്കുകയല്ല. ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് ഗൗരവത്തോടു കൂടി എന്തായിരുന്നു പാർലമെന്റിലും അസംബ്ലിയിലും ഈ സ്ത്രീ സംവരണം വേണമെന്നുള്ളത്. പക്ഷേ 30 വർഷം കഴിഞ്ഞപ്പോൾ
അത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത സ്ഥിതിയിലേക്ക് സൊസൈറ്റി അപ്പൊളിറ്റിക്കലായി മാറിയെന്നുള്ളതാണ്. ഒരു കടമ്പയുമില്ല, പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം. പൊളിറ്റിക്കൽ പാർട്ടീസിൽ തന്നെ ഈ കൂടുതൽ സ്ത്രീകളെ പ്രധാന പദവികളിലേക്ക് കൊണ്ടുവരാം. ഒന്ന്. രണ്ടാമത് അവരെ മത്സരിപ്പിക്കുക. ഇപ്പോൾ ജനറൽ സീറ്റിൽ തന്നെ സ്ത്രീകളെ മത്സരിപ്പിക്കാം കൂടുതൽ. അത് മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു തീരുമാനം എടുത്താൽ മതി. അവർ തമ്മിലൊരു ധാരണയൊക്കെ ഉണ്ടായി ഇനി മുതൽ ഞങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ യു പിയിൽ അങ്ങനെ ഒരു പാർട്ടി, ഞാൻ ഏത് പാർട്ടിയാണെന്ന് ഇവിടെ രാഷ്ട്രീയം പറയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഒരു പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് 40% അവിടെയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പോകുന്നത് സ്ത്രീകളെ ആയിരിക്കും. യു പിയിലെ അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു. അതൊരു ബോൾഡ് സ്റ്റെപ്പാണ്, വളരെ ബോൾഡായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ കേരളത്തിൽ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾ അടുത്ത പ്രാവശ്യം, നേരത്തെ താങ്കൾ പറഞ്ഞ കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ട, 50% ആക്കേണ്ട, ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു 1/3 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി മുതൽ 90 സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്തുമ്പോൾ ഞങ്ങൾ അതിൽ 30 പേരെ ഞങ്ങൾ വനിതകളെ മത്സരിപ്പിക്കുകയുള്ളൂ തീരുമാനമെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ അത് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകും. അതിലേക്ക് നമുക്ക് കൊണ്ടുവരണം, അതിലേക്ക് വരണം. അവർ നന്നായിട്ട് ചെയ്തു. ഇപ്പോൾ നിയമസഭയ്ക്കകത്തുള്ള ഇപ്പോൾ ഈ ജില്ലയിൽ നിന്നൊരു വനിതാ MLA ഉണ്ട്. അവർ ആദ്യമായിട്ടാണ് അസംബ്ലിയിലേക്ക് വരുന്നത്. പക്ഷേ അവിടെ 10-15 വർഷമായിട്ടിരിക്കുന്ന പലരേക്കാൾ നല്ല പെർഫോമൻസാണ് അവർ. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസാണ് ഈ ജില്ലയിൽ നിന്നുള്ള വനിത നിയമസഭയിൽ നന്നായി അസലായിട്ടാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന് വളരെ ബോൾഡായി പറയുകയാണ്. ഈ ജെൻഡർ ഇഷ്യൂസിലൊക്കെ അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചില നിലപാടുകളൊക്കെ ഉണ്ട്. ആ നിലപാടുകൾക്ക് അവർക്ക് അവിടെ പറയാൻ അവസരം കിട്ടിയത് അവർ MLA ആയതുകൊണ്ടാണ്. അവർക്ക് ആ ഹൗസിൽ വന്നിട്ട് ഫ്ലോറിൽ വന്നിട്ട് അത് പറയാൻ അവസരം കിട്ടിയത്. അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വയലൻസും കുട്ടികൾക്കെതിരായിട്ടുള്ള വയലൻസും ജെൻഡർ ഇനീക്വാലിറ്റി എല്ലാം വരുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്ഥാനത്ത് അതുപോലെ ഒരു 25 പേരോ 30 പേരോ 50 പേരോ ആയാൽ അതിൽ മാറ്റം വരും. അത് നല്ല പ്രപ്പോസലാണ്, വെരി ഗുഡ് പ്രപ്പോസൽ. അതിന് ഞാനടക്കമുള്ള ആളുകൾ കൂടി മാറണം, അതിന് മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആളുകളാണ്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ മാത്രമല്ലല്ലോ എംപവർ ചെയ്യുന്നത്. ഞാനും നിങ്ങളുടെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു 10 വയസ്സ് കൂടി കുറച്ചിട്ടാണ് പോകുന്നത്. നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് പോകുമ്പോൾ നിങ്ങളുടെ എനർജിയും കൂടി ഞാൻ എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇത് വൺ വേ ട്രാഫിക് അല്ലല്ലോ സംവാദം എന്ന് പറയണത്. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ കാര്യങ്ങൾ കിട്ടുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എന്ത് തിങ്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇവിടെ വന്നത് എന്തൊരു നല്ല തീരുമാനമാണെന്ന് തോന്നിപ്പോയി. കാരണം ആ പുതിയ ജനറേഷൻ മറ്റ് ജെൻഡേഴ്സിനെ കുറിച്ച് അവരുടെ മനസ്സിലൊരു കൺസേൺ ഉണ്ട് എന്ന തിരിച്ചറിവാണ് എനിക്കുണ്ടായത്. നന്നായിട്ട് അവർക്കുണ്ട്. എൻ്റെ കാരണം നമുക്കൊക്കെ മാത്രം ഉണ്ടായിരുന്നുള്ളതാണ്. ആ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് അതുകൂടി നിങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിനെ പറ്റി, നിങ്ങളുടെ ഒരു ജനറേഷനെ കുറിച്ച് എൻ്റെ പ്രതീക്ഷ 10 ഇരട്ടിയായി വർദ്ധിച്ച ആ ഒറ്റ ചോദ്യത്തിൽ. ചോദിക്കേ. ഹലോ സർ, അമർനാഥ് ഇവിടെ ചോദിച്ച ചോദ്യത്തിന് എൻ്റെ പേര് ഷൈനിക മാത്യു, ഞാൻ ചരിത്രാധ്യാപികയാണ്. അമർനാഥ് ഇവിടെ ചോദിച്ച ചോദ്യത്തിന് സാറ് നൽകിയ മറുപടിയിൽ തന്നെ ഒരു ഇൻഇക്വാലിറ്റി കാണുന്നുണ്ട്. ആർക്കാണ് സംവരണം നൽകേണ്ടത്? ഇവിടെ കാലാകാലങ്ങളായി അനുഷ്ഠിച്ചു പോകുന്ന പാട്രിയാർക്കിയുടെ ഒരു ആനുകൂല്യം പറ്റിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ 50%, 30% ഒക്കെ റിസർവേഷൻ നൽകണമെന്ന് പറയുന്നത്. എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിലവിലുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും പിരിച്ചുവിട്ടിട്ട് കഴിവിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പൊളിറ്റിക്കൽ പാർട്ടീസ് ആനുകൂല്യം കൊടുക്കുന്നതിന് പ്രസക്തിയില്ല. എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു പ്രാധാന്യമുള്ളതാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ വരട്ടെ. അപ്പോൾ ഈ കാലാകാലങ്ങളായി അനുഭവിച്ചു പോകുന്ന ആനുകൂല്യങ്ങൾക്ക് അവിടെ വിരാമം ഉണ്ടാകും. 2, സാറിന്റെ പ്രസംഗത്തിലുടനീളം ആദ്യത്തെ ഒരു 10 മിനിറ്റ് ആത്മഹത്യയെ കുറിച്ചാണ് സാറിന് തന്നത്. സാർ ബോധപൂർവം മറച്ചു വെച്ചതാണോ എന്നറിയില്ല. 2020 ഒരു ഡാറ്റ അനുസരിച്ച്, നാഷണൽ സ്റ്റഡീസ് നടത്തിയ അനുസരിച്ച് കേരളം 5ാമതാണ് ആത്മഹത്യയിൽ നിൽക്കുന്നത്. അതിൽ 8500 മരണമുണ്ട്. 6570 പേര് പുരുഷന്മാരാണ്. മരണം 1700, അതിന് ബാക്കി 8500 ലെസ് ചെയ്താൽ മതി. അത്രമേ കേരളത്തിലെ സ്ത്രീകൾ മരണപ്പെട്ടിട്ടുള്ളൂ. അതിൽ തന്നെ സ്ത്രീധനം എന്ന് പറയുന്നതിന്റെ പേര് വളരെ കുറവാണ്. ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ പലപ്പോഴും ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൺവെൻഷണൽ ടോക്ക് പലപ്പോഴും സാർ ഇവിടെ നടത്തി.
അതല്ല, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസരായ പല ആൺകുട്ടികളും ജോലി കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ വിഷയം വീണ്ടും ഇത് സത്യത്തിൽ ഒരു കാലഘട്ടപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. ഒരിക്കലും കേരള സമുദായത്തിൽ ലിംഗസമത്വം കൊണ്ടുവരാൻ സാധ്യത ഒരിക്കലുമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാർ തന്നെ സൂചിപ്പിച്ചു, നമ്മൾ പിന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചാരം ഇനി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. രാഷ്ട്രീയം ഈ വേദിയിൽ പറയുന്നില്ല എങ്കിലും അത് സൂചിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ ചർച്ച മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വർഗീയ പാർട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നിടത്തോളം കാലം നമുക്കിവിടെ ലിംഗസമത്വം ഉണ്ടാകും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പല വേദികളും മുൻപോട്ട് വരുമ്പോൾ നാമജപ യാത്ര പോലെ മുൻപോട്ട് വന്നപ്പോൾ അതിന് മുൻപോട്ട് ആരാണ് തടയുന്നത്? വിദ്യാഭ്യാസത്തിന് പോരായ്മ കൊണ്ടല്ല. ഒരുപക്ഷെ 19ാം നൂറ്റാണ്ടിൽ ഇവിടെ നടന്ന നവോത്ഥാന പ്രസ്ഥാനത്തിനോട് കാണിച്ച 1% ഈ 21ാം നൂറ്റാണ്ടിലെ ആൾക്കാർ കാണിക്കുകയായിരുന്നെങ്കിൽ പണ്ടേ ഈ സമൂഹത്തിലേക്ക് വരും. ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റിയാണ് വേണ്ടത്, അതുപോലെ തന്നെ ഇക്കണോമിക് സെക്യൂരിറ്റി. ഇത് രണ്ടും ലീഗലി കൊണ്ടുവരാനാണ് സാധിക്കേണ്ടത്. അല്ലാതെ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും മറ്റു ജനങ്ങൾ അതേപോലെ തന്നെ വളരണേ. ഇടയ്ക്ക് പറഞ്ഞു അമ്മയാണ് സ്ത്രീ, പെങ്ങളാണ് മകൾ. അതെ, അത് നമ്മുടെ പെക്യൂരിറ്റിയാണ്, നമ്മുടെ സവിശേഷതയാണ്. അമ്മയായിട്ട് തന്നെ വളരണം, സ്ത്രീയായിട്ട് തന്നെ, പെങ്ങളായിട്ട് വളരണം. അതിൽ ആർക്കും ഇവിടെ ഒരു ഭിന്ന അഭിപ്രായമില്ല. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി നൽകാൻ സാധിക്കും. അപ്പൊ അതൊരു ആത്മഹത്യയുടെ പേര്, സ്ത്രീധനത്തിന്റെ പേര്, ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ സ്ത്രീധനത്തിന്റെ പേരിൽ മുൻപോട്ട് പോകുന്നത് അത് പലപ്പോഴും നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ ഒരു ബ്ലഡ് ഉണ്ടല്ലോ, അത് ഏത് ഡയാലിസിസിലൂടെയാണ് സാർ നമുക്ക് മാറ്റാൻ പറ്റുക? ആദ്യം പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് എനിക്കൊരു ക്ലാരിറ്റി വന്നില്ല. ഞാൻ തുറന്നു പറയുകയാണ്. അതായത് ഈ വിഷയവും പൊളിറ്റിക്കൽ പാർട്ടീസും തമ്മിൽ, പൊളിറ്റിക്കൽ പാർട്ടീസിനെ എല്ലാം പിരിച്ചുവിട്ടിട്ട് പുതിയ പൊളിറ്റിക്കൽ പാർട്ടി വിദ്യാഭ്യാസമുള്ളവരെ വച്ച് മാത്രം ഉണ്ടാക്കണമെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല, വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമാണ് സംസ്കാരമുള്ളത് എന്നത് തെറ്റിദ്ധാരണയാണ്. വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേർക്ക് ഒരു സംസ്കാരവും ഇല്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത, വിദ്യാഭ്യാസം നീതി നിഷേധിക്കപ്പെട്ട, വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടാത്ത പല കാരണങ്ങൾ കൊണ്ട്, സാമൂഹ്യവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ കൊണ്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ധാരാളം മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. എത്രമാത്രം കൾച്ചേർഡായിട്ടാണ് അവർ പെരുമാറുന്നത്, സംസ്കാര സമ്പന്നരായിട്ടാണ് അവർ പെരുമാറുന്നത്. വിദ്യാഭ്യാസം സംസ്കാരത്തിൻ്റെ അളവുകോലാണ് എന്നുള്ള ഒരു അഭിപ്രായത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അങ്ങനെ ഒരു കൾച്ചേർഡായിട്ടുള്ള പ്രോഡക്റ്റുകളെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ രീതിയൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. ഈ പറയുന്ന പല സംഭവങ്ങളും അതായത് വിദ്യാസമ്പന്നരായ കുടുംബങ്ങളിൽ നിന്നൊക്കെ വലിയ കൾച്ചേർഡായിട്ടുള്ള അല്ലെങ്കിൽ വലിയ പാരമ്പര്യമൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വലിയ വിദ്യാസമ്പന്നരാണെന്ന് പറയുന്ന പല കുടുംബങ്ങളിലുമാണ് ഈ വിഷയങ്ങൾ. ഇതൊന്നും സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെയും നിരക്ഷരൻ്റെയും വീട്ടിൽ മാത്രം നടക്കുന്ന സംഭവങ്ങളൊന്നും അല്ല. പിന്നെ ലോകത്തൊരു സ്ഥലത്തും വിദ്യാസമ്പന്നരെ വെച്ച് മാത്രം പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഒരു അപ്പൊളിറ്റിക്കൽ തിങ്കിങ് ആണ്. ഒരു അരാഷ്ട്രീയവാദത്തിൻ്റെ ഒരു അംശം ആ ടീച്ചർ പറഞ്ഞതിൻ്റെ അകത്തുണ്ട്. അത് ചിലപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസ്യത തകർത്തുകൊണ്ടാവാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്തത് കൊണ്ട് ഒരു അരാഷ്ട്രീയവാദം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ അരാഷ്ട്രീയവാദവും അപകടത്തിലേക്കും വേറെ തിങ്കിങ്ങിലേക്കും നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. രണ്ടാമത്, ഞാൻ പുരുഷനും സ്ത്രീയും ആത്മഹത്യ ചെയ്തപ്പോൾ പുരുഷന്റെ ആത്മഹത്യയെക്കുറിച്ച് അല്ലല്ലോ എൻ്റെ ടോപ്പിക്, അതല്ലല്ലോ ആത്മഹത്യ അല്ലല്ലോ എൻ്റെ വിഷയം ജെൻഡർ ഇക്വാലിറ്റി ഒന്ന്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്കെതിരായും കുട്ടികൾക്കെതിരായും വയലൻസ് വർദ്ധിച്ചു വരുന്ന എന്നുള്ളതിൻ്റെ പോയിന്റ് ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീധന മരണത്തിൻ്റെ പേരിലുള്ള, സ്ത്രീധനത്തിൻ്റെ പേരിൽ പുരുഷന്മാരാരും ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ആത്മഹത്യകൾ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ആ പോയിന്റ് പറഞ്ഞത്. അപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഏതെങ്കിലും പുരുഷൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല. സ്ത്രീധനം കിട്ടാത്തതിൻ്റെ പേരിൽ, വിചാരിച്ചത്ര സ്ത്രീധനം കിട്ടാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും പുരുഷൻ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ആത്മഹത്യകളെ കുറിച്ചാണ്. പൊതു ആത്മഹത്യകളല്ല ഇവിടുത്തെ ടോപ്പിക് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ടീച്ചർ ഞാൻ ആ പോയിന്റ് ഞാൻ സംസാരിക്കാതെ പോയത്. ഇപ്പം ജോലി കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്നവരൊന്നും നമ്മുടെ ഇന്നത്തെ വിഷയം ആയിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാതിരുന്നത്. ആത്മഹത്യ എന്നുള്ള വിഷയം എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് പറയാമായിരുന്നു. തീർച്ചയായിട്ടും സർ, ടോപ്പിക് ജെൻഡർ ഇക്വാലിറ്റി ആണെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നാണ് അതിന്റെ
അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ വരുമ്പോൾ രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ? അതാണ് സാറിനെ ഒന്ന് ഓർമ്മിപ്പിച്ചത്. രാഷ്ട്രീയവാദം കൊണ്ട് പറഞ്ഞതല്ല, എഡ്യൂക്കേഷനുള്ള എല്ലാവരും സിവിലൈസ്ഡ് ആണെന്നുള്ള വാദവും ഇല്ല. പകരം ഞാൻ പറഞ്ഞിരിക്കുന്നത് ജോലിയോടൊപ്പം സോഷ്യൽ സർവീസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞങ്ങൾ ഇടയിലുള്ള കുട്ടികളുടെ അവരിൽ നിന്ന് വരുന്ന ഒരു ആശയമാണ്. അതാണ് പ്രകടിപ്പിച്ചത്. സാറ് തന്നെ അതിന് മുന്നിൽ പറഞ്ഞു, നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പെർഫോമൻസിന്റെ പോർ പെർഫോമൻസ് ആണ് ഒരു കാരണം എന്നുള്ളത് 100% സത്യവുമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ടീച്ചറോട് പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് ഒരേ പോയിന്റിലേക്ക് എത്തും. ടീച്ചറെ ഉള്ളിൽ ഉള്ള ഇന്റൻഷനും എൻ്റെ ഉള്ളിലുള്ള ഇന്റൻഷനും ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആ പറയുന്ന ഒരു വൈഡർ ആംഗിളിൽ ജെൻഡർ ഇക്വാലിറ്റി അല്ലല്ലോ, അതിൻ്റെ അകത്തൊരു കമ്പോണന്റ് ആണ് പറഞ്ഞത്, ഡൗറി ഡെത്ത്. ഞാൻ എൻ്റെ മകൾക്കൊപ്പം ക്യാമ്പയിൻ തുടങ്ങാനുള്ള റീസൺസ് പറയുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ അത് ഈ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീടുകളിൽ പോയപ്പോൾ കണ്ട സങ്കടങ്ങളിൽ നിന്നാണ് ഞാൻ മകൾക്കൊപ്പം ക്യാമ്പയിൻ തുടങ്ങിയതെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ആത്മഹത്യകളെക്കുറിച്ചാണ് ഞാൻ കേരളത്തിൽ മൊത്തത്തിലുള്ള ആത്മഹത്യകളെക്കുറിച്ചല്ല ചർച്ച ചെയ്തത്. അതുകൊണ്ടായിരിക്കും ടീച്ചർ അത് തെറ്റിദ്ധരിച്ചത്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസും തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് വരണം. ആ പൊളിറ്റിക്കൽ പാർട്ടീസിലും ആ അവയർനെസ് ഉണ്ടാകണം. ഞങ്ങളെല്ലാം അത് ശ്രമിക്കുന്നുണ്ട്. ഒരു പുതിയ ജനറേഷനിൽപ്പെട്ട ധാരാളം ആളുകൾ അതിനെക്കുറിച്ച് ആ പഴയ ജനറേഷൻ ഉണ്ടായിരുന്നു, ഇതിനേക്കാൾ പഴയ, ഞാൻ പറഞ്ഞല്ലോ ഫ്രീഡം മൂവ്മെന്റിൻ്റെയൊക്കെ കാലത്തൊക്കെയുള്ള ലീഡേഴ്സിന് അതുണ്ടായിരുന്നു. ആ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള ആസ്പെക്റ്റ് അവർ ലീഡേഴ്സെങ്കിലും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീടുള്ളവർക്ക് അത് നഷ്ടപ്പെട്ടു. അപ്പം നമ്മളത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ ശ്രമിക്കുകയാണ്. ആ ഒരു അവയർനെസ് അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ആൺകുട്ടികളോടാണെങ്കിലും പെൺകുട്ടികളോടാണെങ്കിലും ഒരുപോലെ ട്രീറ്റ് ചെയ്യപ്പെടണമെന്ന് തന്നെയാണല്ലോ ജെൻഡർ ഇക്വാലിറ്റിയുടെ അർത്ഥം. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ സംസാരിച്ച ഒരു പോർഷനാണ്. ഞാനത് കൺക്ലൂഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ചില ഏരിയ മാത്രമേ ഞാൻ ടച്ച് ചെയ്തിട്ടുള്ളൂ. ചില ഏരിയ അത് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഞാൻ ടച്ച് ചെയ്ത ഒരു പോയിന്റ്. ഇപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ കാണുന്ന സാധനങ്ങൾ നമുക്കൊരു വൈഡർ ആംഗിളിൽ അത് ഡിസ്കസ് ചെയ്യാം തീർച്ചയായിട്ടും. നേരത്തെ മാം പറഞ്ഞതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഒരു കാര്യം പറയാം. ഈ അതിക്രമങ്ങൾ അല്ലെങ്കിൽ നേരത്തെ മാം പറഞ്ഞു ആത്മഹത്യകളും പുരുഷാത്മഹത്യകളും നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ശരിയാണ്, ജോബിൻ്റെ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷേ ഒരു ജെൻഡർ ഇക്വാലിറ്റി ഒരു ഡിബേറ്റ് എന്ന് പറയുന്ന കേസിൽ ഈ അതിക്രമങ്ങളെ കുറിച്ച് പറയുമ്പം സ്ത്രീകൾക്കെതിരെ മാത്രമല്ല, റേഷ്യോ കുറവാണ് എങ്കിൽ പോലും പുരുഷന്മാർ വൻതോതിൽ സെക്ഷൽ അബ്യൂസ് നേരിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പെട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു പുരുഷൻ ഒരു സെക്ഷൽ അബ്യൂസ് നേരിട്ടു എന്ന് പറയുമ്പം ആരും അത് എന്താ പറയുക ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. പിന്നെ ചില ആൾക്കാർ അവരുടെ ഇതുകൊണ്ട് എന്താണ് ഇങ്ങനെ ഒരു സമൂഹത്തിൽ എങ്ങനെ തുറന്നു പറയും എന്നുള്ളത് കൊണ്ട് കുറെ പേര് അടക്കി ജീവിക്കുന്നവരുണ്ട്. അവരുടെ മാനസികാരോഗ്യത്തെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ അതിക്രമങ്ങൾക്കെതിരായിട്ട് പറയുമ്പം ആ ഒരു പോയിന്റും കൂടി ഇൻക്ലൂഡ് ചെയ്യണം തോന്നി. വെരി ഗുഡ് പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റാണ്, ഈ ആൺകുട്ടികളായിരിക്കുന്ന സമയത്ത് ഒരുപാട് സെക്ഷൽ അബ്യൂസിന് വിധേയരാകുന്നുണ്ട് പല കുട്ടികളും. അവരുടെ മാനസികമായ വളർച്ചയും അത് ബാധിക്കുന്നുണ്ട്. എനിക്കറിയാവുന്നൊരു കുട്ടി അത് ചെറുപ്പത്തിലേ തൊട്ട് ആ ഒരു വിഷയമുണ്ടായി ഭയങ്കര ഡിപ്രഷനായി, പിന്നീട് വലുതായി കഴിഞ്ഞതിന് ശേഷം സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തു. അയാൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ. അത് വളരെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് കുട്ടികൾക്കെതിരായിട്ടുള്ള അബ്യൂസ്. പറഞ്ഞു സ്ത്രീ, അമ്മ, പെങ്ങൾ, മകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷണം. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുരുഷനെ നമ്മൾ ഒരിക്കലും അവനൊരു അച്ഛനാണ്, അവനൊരു മകനാണ്, അവനൊരു സഹോദരനാണ് അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ജെൻഡർ റോൾസിനെ അവരുടെ റോൾ അത് മാത്രമാണ്. അതിൽ തളച്ചിടാൻ ശ്രമിക്കുന്നത് പോലെ എനിക്കിത് തോന്നലുണ്ടാവാറുണ്ട്. ഇപ്പം ഈ ദേവി തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അവരാ റോൾ അത് കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ അകത്ത് തളച്ചിട്ടിട്ട് ഒരു അതിൽ
ക്വാളിഫൈഡ് ആവണം അല്ലെങ്കിൽ അതിൽ എക്സൽ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. അവരുടെ ലൈഫ് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് അവരുടെ മാത്രം തീരുമാനമാണ്. സൊസൈറ്റീൻ്റെ ഇത് ഇൻറ്റൻഷൻസിനനുസരിച്ച് അവരുടെ ലൈഫ് പ്ലാൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം അമ്മയായിട്ട് അല്ല അങ്ങനെ ഒരു രീതിയിൽ ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ലീഡ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ പോലും മിക്കവാറും ആൾക്കാർക്ക് ഭൂരിപക്ഷത്തിന് ഇഷ്ടം എന്ന് പറയുന്നത് അവരുടെ രീതിയിൽ അവരുടെ കഴിവ് അവരുടെ വർക്ക് പ്ലേസിൽ അവർക്ക് എക്സൽ ചെയ്യാനായിരിക്കും അധികം പേർക്ക് താല്പര്യം. അപ്പൊ ആ ഒരു കാര്യം, അതായത് ഈ വിശേഷണങ്ങൾ കൊടുക്കുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ളത്. ടീച്ചർ പറഞ്ഞാൽ അതിനകത്ത് നേരത്തെ പറഞ്ഞാൽ ഈ പോയിന്റ് ഉണ്ട്. അതായത് തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇത്, നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യം, ഫാമിലിയുടെ പശ്ചാത്തലം, ഇതൊക്കെ നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് പുരുഷന്മാരെ മാത്രമല്ല, സ്ത്രീകളെ ഇൻഫ്ലുവൻസ് ചെയ്യും, രണ്ടു കൂട്ടരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ രീതിയിലായിരിക്കും നമ്മൾ ജീവിതത്തെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അമ്മയായി, വീട്ടമ്മയായി കുഞ്ഞുങ്ങളെ നോക്കി ജീവിക്കേണ്ടവളാണ് എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ജീവിച്ചു വന്നൊരു പുരുഷന് ഞാൻ വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി ആ കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ വിദ്യാഭ്യാസം നോക്കി പഠിക്കേണ്ടതാണെന്നുള്ള ഇത് റിലീജിയനും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കുടുംബ പശ്ചാത്തലവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആ കുടുംബത്തിൽ നിന്ന് ഒരാളൊരു പ്രോഗ്രസീവായി തിങ്ക് ചെയ്യുന്ന ഒരാളുണ്ട്, ആണോ പെണ്ണോ ആവട്ടെ, ആ വീട്ടിൽ നിന്ന് ഒരാളുണ്ട്. ഒരാൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് മാറും, അതിൽ നിന്ന് മാറും. മനസ്സിലായില്ലേ? ഇപ്പോൾ മോളിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മോളുടെ വീട്ടിൽ ചിലപ്പോൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള തിങ്ക് ആയിരിക്കും, പക്ഷെ മോളുടെ ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടത്, ആ ഒരു ഫ്രീ ആയിട്ടുള്ള തിങ്കിങ്. അവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് അവർ, അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അവരുടേതായ ഒരു ലോകമുണ്ട്. അവർക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് ചെയ്യട്ടെ. ആ ഒരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇക്വാലിറ്റിയുടെ ഇഷ്യൂ അല്ല, ശരിക്കും പറഞ്ഞാൽ ഫ്രീഡത്തിൻ്റെ ഇഷ്യൂ ആണ്, അല്ലേ? സ്വാതന്ത്ര്യത്തിൻ്റെ ഇഷ്യൂ. മോള് പറഞ്ഞ പോയിന്റ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ക്യാമ്പയിൻ്റെ പോയിന്റിനെ കുറെ കൂടെ ശക്തിപ്പെടുത്തുന്നതാണ്, കുറെ കൂടി നമുക്ക് സ്പെസിഫിക് ആയിട്ട് അതിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. നല്ല നല്ല സജഷൻസാണ് പറഞ്ഞത്. എന്താ അത് ഫ്രീ തിങ്കിങ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെ വരുന്നത്, ആ ഒരു ട്രാക്ക് അങ്ങനെ വരുന്നത്. വെരി ഗുഡ്. ഗുഡ് മോർണിംഗ് സർ. എൻ്റെ പേര് സ്നേഹ സുരേന്ദ്രൻ. ഞാൻ ഫസ്റ്റ് ഇയർ BSc സൈക്കോളജി സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞ ഒരു പോയിന്റ് സ്ട്രെസ് ചെയ്യാറുണ്ടായിരുന്നു, മറ്റേ സെക്ഷൽ അബ്യൂസ് അഗൈൻസ്റ്റ് മെൻ എന്നുള്ളത്. രണ്ട് കാര്യമാണെന്ന് പറയുന്നത്. ഒന്ന്, ദാറ്റ് ഈസ് എൻറ്റയർലി കറക്റ്റ്. എനിക്ക് അങ്ങനത്തെ ആൾക്കാരുടെ വെച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഐ യൂസ് ടു ബി എ bully and I used to be in a girls' school. ഞാൻ വളർന്നു വന്നതൊക്കെ ഗേൾസ് സ്കൂളിലായിരുന്നു. പിന്നെ 9th 10th ഒക്കെയാണ് ചെക്കന്മാരുടെ കൂടെ, ബോയ്സിൻ്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഐ ചേഞ്ച്ഡ്. ഒരു ബുള്ളിന്ന് അവരുടെ ഒരു വിക്ടിം ആയിട്ടില്ല, എന്നാലും ആ ഒരു സ്റ്റാൻഡ് പോയിന്റ് കാണാൻ പറ്റി എനിക്ക്. സോ ഐ വാസ് ഏബിൾ ടു സീ വാട്ട് ഇറ്റ്സ് ലൈക്ക് ഫോർ ബോയ്സ്. ഇപ്പോൾ പെണ്ണുങ്ങൾ മുടി വലിക്കുന്നു, ഇത് അത് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ടീച്ചേഴ്സ് ഇടപെടും. പക്ഷെ ബോയ്സ് ഫൈറ്റ് ചെയ്യുമ്പോൾ അതിന് നടുക്കിൽ കുറേ സാധനം സംഭവിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് സെക്ഷൽ ഹറാസ്മെന്റ്. പക്ഷേ ടീച്ചർമാരുടെയൊക്കെ ടീച്ചർമാർക്ക് പൊതുവെ എല്ലാവരും കാണുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ഫൈറ്റ്, ഇറ്റ്സ് കാൺ ബി ഓവർ സൂൺ. ആ ഒരു പോയിന്റ് എനിക്ക് സ്ട്രെസ് ചെയ്യുന്നത്. കാരണം ഇവരെ കുറെ ആൾക്കാരൊക്കെ എന്നോട് വന്ന് സംസാരിക്കാറുണ്ട്, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനിവൺ എൽസ് ടു ടോക്ക് ടു. ഒരു കേൾക്കുന്ന ഒരാൾ ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യാൻ വേണ്ടി ഒരു ആള് വോയിസിന് കിട്ടുകയെന്ന് വെച്ചാൽ അവർക്ക് വലിയ കാര്യമാണ്. സോ ഐ എം ഹാപ്പി ദാറ്റ് ഐ എം സംവൺ ലൈക്ക് ദാറ്റ് ടു സംവൺ. സോ ആ ഒരു പോയിന്റ് സ്ട്രെസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു ചോദ്യമാണ്, ഐ വോണ്ട് യുവർ ഒപ്പീനിയൻ. ഇപ്പോൾ patriarchal സൊസൈറ്റിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. സോ വുഡ് യു സേ ദാറ്റ് ഫിയർ ഇസ് വാട്ട് കൺട്രോൾസ് patriarchal സൊസൈറ്റി? അതുകൊണ്ടാണോ ഈ പെണ്ണുങ്ങളെ അടിച്ചമർത്തുന്നതും ഈ അടിമയെ കാണുന്നത്? ഇറ്റ്സ് ഇറ്റ് എ ഫോം ഓഫ് ഫിയർ, അതോ ഒരു അതോറിറ്റീൻ്റെ പ്രശ്നമാണ് അവിടെ ശരിക്കും നടക്കുന്നത്? എനിക്കൊരു റൂട്ട് കോസ് മനസ്സിലായിട്ടുണ്ട്. സാറിന്റെ ഒപ്പീനിയൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ ചെയ്യാം. അതൊരു അതോറിറ്റി മറ്റുള്ളവരുടെ മീതെ ഇമ്പോസ് ചെയ്യണം, മനസ്സിലായില്ലേ? നേരത്തെ മുതൽ അതാണ് നമ്മൾ മെൻ സെൻറ്റേർഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നമ്മളതിന് മീതെയാണ് എന്നുള്ള ഒരു സംഭവം മറ്റുള്ളവരുടെ മീതെ അടിച്ചേൽപ്പിക്കുക. ഭയം കൊണ്ടല്ല, ഫിയർ അല്ല അവിടുത്തെ ഫാക്ടർ. വേറൊരാളുടെ മീതെ അത് അധികാരം അടിച്ചേൽപ്പിക്കുന്നതാണ്, മറ്റൊരാളുടെ മീതെ അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ്.
ഇവിടെ ആദ്യം പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ മകൾക്കൊപ്പം എന്നുള്ളൊരു ക്യാമ്പയിനാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റേജിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ള സബ്ജക്റ്റാണ് എന്ന് ഞാൻ സ്റ്റേജിലെത്തിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വൈഡർ ആംഗിളിൽ അതിനെക്കുറിച്ച് പോകാത്തത്. ഇതെല്ലാം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രസംഗം അത് കംപ്ലീറ്റ് ആവുന്നത് നിങ്ങളുടെ എല്ലാം കൂടി പ്രൊപ്പോസൽ വരുമ്പോഴാണ്. പുതിയ 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 പോയിന്റ്സാണ് നിങ്ങളെല്ലാവരും പറയുന്നത്. അതായത് ബുള്ളിയിങ്ങും റാഗിങ്ങും അതുപോലെ തന്നെ. അതായത് സ്കൂളിലാണല്ലോ കൂടുതൽ ബുള്ളിയിങ് നടക്കുന്നത്. പിന്നെ ചില ഈ കോളേജിലെ ഇനീഷ്യൽ സ്റ്റേജിലും പ്രൊഫഷണൽ കോളേജുകളിൽ റാഗിങ്. ഇതിന് രണ്ടിനും റാഗിങ്ങിന് ഇപ്പോൾ നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്, പ്രൊട്ടക്ഷനൊക്കെ എല്ലാം ഉണ്ട്. റാഗി ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ, കൺസേൺ ടീച്ചേഴ്സ് ആർ റെസ്പോൺസിബിൾ. അവരത് പ്രോപ്പർ ഫോറത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും മറ്റൊക്കെ വേണം. പക്ഷെ പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ തന്നെ സെറ്റിൽ ചെയ്യാറാണ് പതിവ്. ചിലപ്പോൾ പാരൻസ് വന്ന് കംപ്ലയിൻറ്റ് ചെയ്താൽ പോലും 2 പാരൻസിനെയും കൂടി വിളിച്ചിട്ട് അവരെ തമ്മിൽ സെറ്റിൽ ചെയ്യിപ്പിക്കുകയാണ് പതിവ്. പക്ഷേ ഈ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന മുറിവുണ്ടല്ലോ, മാനസികമായിട്ടുള്ള ഒരു വുണ്ടുണ്ട് ആ കുട്ടിക്ക്. ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിൽ നമുക്ക് പരിചയമുള്ള ഒരാളുടെ കുട്ടിക്ക് ഇതുപോലത്തെ ഒരു പ്രശ്നമുണ്ടായി. ആൾ ഡിപ്രസ്ഡായി, ഭയങ്കരമായിട്ട് ക്ലാസ്സിൽ പോകാതായി. ഞാൻ ആ വീട്ടിൽ പോയി സംസാരിച്ചു. പിന്നെ ഈ കുട്ടിയെയും കൊണ്ട് ഞാൻ തന്നെ ഈ കോളേജിൽ പോയി അവിടുത്തെ പ്രിൻസിപ്പലിനോട് സംസാരിച്ചു, മറ്റേ കുട്ടികളെ വിളിച്ചു വരുത്തി സംസാരിച്ചു ഒക്കെ ചെയ്തിട്ടാണ് ഈ കുട്ടി പതിയെ നോർമലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ട് ഒരുപാട് കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് അവരപ്പം തന്നെ ഡള്ളാവുകയാണ്. അവരുടെ പഠന കാര്യങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കര ഒരു പിന്തള്ളപ്പെട്ടു പോവുകയാണ്. അവരുടെ ഒരു ധൈര്യം പോവുകയാണ്. അതും നന്നായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി വളർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ടോപ്പിക്കാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാവുന്ന നല്ല ടോപ്പിക്കാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിരുന്നത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആണല്ലോ. അപ്പോൾ ഞാൻ ബാലുശ്ശേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നുണ്ട്. കുറേ പേര് ഇതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യന്റെ സ്വതന്ത്ര പ്രഖ്യാപനമാകുന്നത് പോക്കറ്റുള്ള ഷർട്ട് എന്ന് പറയുന്നത് തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരാണ്. അപ്പോൾ ഇന്ന് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ബാലുശ്ശേരി ഗേൾസിൽ നിലവിൽ വന്ന സമയത്ത് അവിടെ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി പോസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഞങ്ങൾ 8ാം ക്ലാസ്സിൽ ചേർന്ന സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീൻസ് ഇടാൻ പാടില്ല, ക്യാമ്പസിനുള്ളിലേക്ക് ജീൻസ് അലൗഡ് അല്ല. അതേ സമയത്താണ് ഇവിടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നത്. അതിൽ അഭിമാനിക്കുന്നു. പക്ഷെ ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി, സന്തോഷമുണ്ട്. പക്ഷെ ഇപ്പോഴും ബാലുശ്ശേരി ഗേൾസിനും ബോയ്സിനും ആകെയുള്ളത് ഒരു ഗ്രൗണ്ടാണ്, ഒറ്റ ഗ്രൗണ്ടേ ഉള്ളൂ. ഞങ്ങൾ 8ാം ക്ലാസ് ചേർന്ന അന്ന് മുതൽ പറയാണ് അവിടെ മതില് ഉടനെ തന്നെ ഇല്ലാണ്ടാക്കും, പൊളിച്ചു നിൽക്കും, സ്കൂള് ഒറ്റ ഒന്നാക്കി മാറ്റും. പക്ഷെ ഇത്രയും കാലമായിട്ട് അവിടെ അതിനൊരു തുടർന്ന് അതിനുള്ളൊരു നടപടി കണ്ടിട്ടില്ല. ഇതേപോലെ ഒരുപാട് സ്കൂളുകളുണ്ട്, ഗേൾസ് വേറെ ബോയ്സ് വേറെ ആയിട്ട്. ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി, ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്രയും നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇങ്ങനെ ഗേൾസിന് വേറെ ബോയ്സിന് വേറെ എന്നുള്ള സ്കൂളുകളുടെ ആവശ്യമുണ്ടോ? മണ്ഡലത്തിലെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഗവൺമെന്റിലേക്ക് എഴുതി കൊടുത്തത് ഇത് രണ്ടും കൂടി ഒന്നാക്കണമെന്ന്. കാരണം എന്തിനാ 2 സ്കൂളായിട്ട് അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ കോളേജ് പോലെ തന്നെ പണ്ട് ഞാൻ പഠിച്ച കോളേജും ആൺകുട്ടികൾ മാത്രമായിരുന്നു. പക്ഷെ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് മിക്സഡ് ആക്കിയപ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടായി. കുട്ടികൾക്ക് കുറേ കൂടിയൊക്കെ 2 കൂട്ടരും അവരും തമ്മിൽ സംസാരിച്ചും ബന്ധവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടായിട്ട് കുറേ കൂടിയൊക്കെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്നത് അതൊരു ട്രെൻഡായി. അതെന്താണ്, ഒരു റൈറ്റ് ആണെന്നുള്ളൊരു ബോധം വന്നല്ലേ കുട്ടികൾക്കും. അവർക്കൊരു ഒന്നും അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. ഫ്രീഡമാണ് പ്രധാനം. ഈ മോള് പറഞ്ഞ മാതിരിയാണ്, ഫ്രീഡമാണ് പ്രധാനം. ഒന്നും ഇമ്പോസ് ചെയ്യണ്ട. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്, സംവരണം ഇമ്പോസ് ചെയ്യണ്ട, അല്ലാതെ തന്നെ വരണം.
സംവരണ നിയമമാർഗം ഇമ്പോസ് ചെയ്യുന്നതിനേക്കാൾ അല്ലാതെ തന്നെ വരണം എന്നുള്ളതാണ്. അതൊരു റൈറ്റായിട്ടും ഫ്രീഡമായിട്ടും അങ്ങ് വരണം. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന് ഒരു ട്രെൻഡ് ചേഞ്ചർ എന്നുള്ളതിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്, തീർച്ചയായിട്ടും ആ കുട്ടികളുടെ ഇടയിലുണ്ട്. ഇതൊക്കെ മാറ്റപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതൊന്നും അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. അത് അങ്ങനെ തന്നെ ആകണം, ഒരേപോലത്തെ ആകണം. ഓരോരുത്തരുടെ ഇഷ്ടം, നമ്മുടെ ഫ്രീഡം. എനിക്ക് ഏതാണ് ഞാൻ കംഫർട്ടബിൾ, ഏതാണ് ഞാൻ ലുങ്കി സ്കൂളിൽ വരേണ്ട കാര്യമല്ല. ഞാൻ ഡ്രസ് കോഡ് തന്നെ നമുക്ക് ഏതാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ അത് നമുക്ക് ഇപ്പം ഡ്രസ് കോഡ് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പം അതൊക്കെ മാറി, എല്ലാ രാജ്യങ്ങളിലുമൊക്കെ തന്നെ മാറി. വല്ല ഒഫീഷ്യൽ മീറ്റിങ്ങുകളിൽ അങ്ങനെ വരുന്ന സമയത്ത് അല്ലാത്ത സ്ഥലത്തെല്ലാം മാറി. ആളുകളുടെ ഫ്രീഡമാണ് നമ്മുടെ ഫ്രീഡം, നമ്മുടെ റൈറ്റ്. നമ്മളൊരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിലുള്ള നമുക്ക് റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകരുത് എന്നുള്ളതാണ് പോയിന്റ്. അവിടെ ഒരു വിവേചനം ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഒരു ഇൻഡിവിജ്വൽ ഈ ജെൻഡറിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇൻജസ്റ്റിസ് അവിടെ ഉണ്ടാകരുത്. ആ ഫ്രീഡത്തെ ടച്ച് ചെയ്ത്, അതാണ് പോയിന്റ്. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഹലോ സാർ, ഞാൻ അജില, സെക്കൻഡ് ഇയർ മാത്സ് സ്റ്റുഡൻ്റാണ്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം പറഞ്ഞ ജെൻഡർ ന്യൂട്രാലിറ്റി കേരളം ഒന്നാകെ ഒരു തരംഗായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിൻ്റെ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു പുരുഷനാണ്. പക്ഷേ ഞാൻ ഈ സംഭവം വന്നതിന് ശേഷം ചിന്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരാളെ കംഫർട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പം ഈ വെള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നുണ്ട്, എനിക്ക് അത് എൻ്റെ കംഫർട്ടാണ്. ഇപ്പം ഒരു പെൺകുട്ടിക്ക് ഇപ്പം ചുരിദാർ ധരിക്കണം ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ന്യൂട്രാലിറ്റി വരുമ്പോൾ, ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി വരുമ്പോൾ അത് ഒരു അടിച്ചേരിപ്പ്, സാധാരണ പറഞ്ഞ മാതിരി ഒരു അടിച്ചേരിപ്പിക്കുന്ന മാതിരി ആകുമോ എന്നൊരു സംശയം എന്നിലുണ്ട്. ഇപ്പം ഒരു പക്ഷേ നമ്മുടെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇപ്പം സെയിം കളർ യൂണിഫോം തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നന്നായിരിക്കത്തില്ല. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഷർട്ടും പാൻസും ധരിക്കാം, വേണമെങ്കിൽ ചുരിദാറും പാൻസും ധരിക്കാം, വേണമെങ്കിൽ പാവാടയും, അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ, ഒരു ചോയ്സ് കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നന്നായിരിക്കില്ല. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ മാത്രമല്ല, ബാക്കിയുള്ള ജെൻഡേഴ്സിന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റീസ് വരുകയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവം LKG മുതലേ കൊണ്ടുവരേണ്ട ഒരു ഒന്നല്ല. അതായത് ഇപ്പം ഒരു കളിപ്പാട്ടം കൊടുക്കുമ്പോൾ LKG എന്നൊക്കെ ഒരു പെൺകുട്ടിക്ക് കളിപ്പാട്ടം കൊടുക്കുകയാണെങ്കിൽ അമ്മ ഒക്കെ കൊടുക്കുക, ഒരു ആൺകുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു കാറായിരിക്കും വാങ്ങി കൊടുക്കുക. ഇപ്പം പാരന്റ്സ് ആയിക്കോട്ടെ, പാരന്റ്സ് അങ്ങനെയാണ് ചെയ്യുക. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന ട്രെൻഡ് അങ്ങനെയാണ്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന ഈ വേളയിൽ പോലും നമ്മുടെ കേരളത്തിലെ പല കോളേജുകളിലും പല സ്കൂളുകളിലും ഇന്നും ഒരു ബെഞ്ചിൽ ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരുമിച്ച് ഇരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ഈ ഡ്രസ്സിൽ പുറമെ ഇങ്ങനത്തെ കാര്യത്തിലും ഈ ജെൻഡർ ഈക്വാലിറ്റി സംഭവങ്ങളൊക്കെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം നമ്മുടെ കേരളത്തിലില്ല ശരിക്കും. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, ഈ യൂണിഫോമിന്റെ പോയിന്റ് പറഞ്ഞ അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ, മിക്ക വീട്ടിലും പറയും പാൻ്റ് ഇടണ്ട, ചുരിദാർ ഇട്ടാൽ മതി എന്ന് പറയും കുട്ടികളോട്, ഇല്ലേ? അപ്പോൾ കുട്ടിയുടെ ഫ്രീഡം അവിടെ ഉണ്ടാവില്ല, കുട്ടിയുടെ കംഫർട്ട് ആയിരിക്കില്ല, വീട്ടിലായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ ഓപ്ഷനും ഉണ്ട്. പാൻ്റ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്, ചുരിദാർ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്, പാവാടയും ബ്ലൗസും ധരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് പറയും. അപ്പോൾ വളരെ കൺസർവേറ്റീവായിട്ടുള്ള വീടാണെന്ന് പറയും പാവാടയും ബ്ലൗസും മതി എന്ന് പറയും. കുറച്ചുകൂടി വ്യത്യാസം വന്നിട്ടുള്ളവരാണെങ്കിൽ പറയും ചുരിദാർ മതി, പാൻ്റ് ഇടാറായിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ വെച്ചാൽ അതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ബാലുശ്ശേരി സ്കൂളിൽ കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? റിലീജിയസ് ആയിട്ടൊക്കെ ഉള്ള ഡ്രസ്സിലൊക്കെ ഇഷ്ടംപോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു ബാലുശ്ശേരിയിൽ. ഈ ജനറൽ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ കുട്ടിയില്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഈ പറയുന്നതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്, മുഴുവനില്ല. മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വീടുകളിൽ സ്വാഭാവികമായിട്ടും വീടുകളിലിരിക്കുന്നവർ അമ്മമാരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അത് പറയും അത് വേണ്ട മോളെ എന്ന് പറയാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ആ കുട്ടിക്കുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടും. എവിടെ നമസ്കാരം സർ, എൻ്റെ പേര് ലിമിഷ്ക, ഇവിടെ സെക്കൻഡ് ഇയർ ബികോം ഫൈനാൻസ് സ്റ്റുഡൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനത് യോജിക്കുകയാണ്. അതിന് ഒരു
ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു ദിവസം മിക്സ് ചെയ്യുന്ന സമയത്ത് വാസ് മൈ മെയിൽ ഫ്രണ്ട്. ഞാനും അറിയുന്ന സമയത്ത് എന്നോട് ടീച്ചർ പറഞ്ഞു, ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റില്ല, നിങ്ങൾ മാറിയിരിക്കണം, ഇവിടെ അങ്ങനത്തെ ഒരു ഇതില്ല, യു ഗൈസ് പ്ലീസ് ബി സെപ്പറേറ്റഡ് ആണ്. എന്നെ പിടിച്ച് ഫ്രണ്ടിലേക്ക് അവനോടെ തന്നെ എത്തി. എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മളെ ഈ ഒരു കഴിഞ്ഞു പോയ ജനറേഷൻ ഇപ്പോഴും ചിന്തിക്കുന്നത്? നമ്മൾ പറയുന്നത് ഇപ്പൊ സാർ പറഞ്ഞു, എല്ലാ ലോന്റെ ബുക്കിലും ഉണ്ട് ജെൻഡർ ഇക്വാലിറ്റി, ദാറ്റ് ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഷുഡ് ബി വൺ. എല്ലാം ഇപ്പൊ നമ്മള് ശബരിമല എന്ന് പറഞ്ഞാൽ ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള പ്ലേസ്, നമ്മൾ ആദ്യം സ്ത്രീകളെ കയറ്റി, പിന്നെ പല ആരും കയറുന്നില്ല. നമ്മൾ അത്രയും ലോ കൊണ്ടുവന്നിട്ടും സ്ത്രീകൾ ഇന്നും മടിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ഏറ്റവും ചെറുപ്പത്തിലേ പഠിച്ചു വരുന്ന കാര്യമാണ്, നമ്മുടെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്, നമ്മുടെ പേരൻസ്. ഇത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുള്ള പേരൻസ് ആണെങ്കിൽ പേരൻസ് ഓൾവേസ് ഗിവ് പ്രയോറിറ്റൈസ് ടു ദ പോയിന്റ്. ഞാനത് പോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് വീട്ടിൽ പോയ സമയത്ത് അവനൊരിത്തിരി വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മ പറയാൻ, മോളെ നീ പോയി അവന് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നാ കുട്ടി കയ്യും കാലും ലേസാ ഒറ്റയ്ക്ക് അടുക്കളയിൽ പോയി എടുക്കാനായിട്ട് പോട്ടെ. ഭക്ഷണം കഴിച്ച പാത്രം പോലും എടുത്തു വെക്കുന്ന പോട്ടെ, കഴുകി വെക്കാത്ത ചെക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും പറയാം അവരുടെ അനിയത്തിമാരും ചേച്ചിമാരാണ്, ആ ചെക്കന്റെ പാത്രം കൊണ്ട് നീ കഴുകിക്കണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയാ, ആ ഒരു ജനറേഷന്റെ തിങ്കിങ് മാറി മക്കളെ ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കണം. നേരത്തെ അവൻ പറഞ്ഞ മാതിരി പെൺകുട്ടികൾക്കാണെങ്കിൽ ഡോളാക്കി കൊടുക്കുക, ആൺകുട്ടികൾക്കാണെങ്കിൽ കാറാക്കി കളിക്കാൻ കൊടുക്കുക. അങ്ങനെ ഒരു തിങ്കിങ്ങിൽ നമ്മൾ പറയാൻ തന്നെ ഇപ്പൊ ഒരു 10 മണി കഴിഞ്ഞാൽ ഏതൊരു ഒരു പെൺകുട്ടിക്ക് ധൈര്യത്തോടെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല സർ. കാരണം അത്തരത്തിലുള്ള രീതിയിലാണ് നമ്മുടെ സമൂഹത്തിന്റെ ചിന്ത. അങ്ങനെ ഇറങ്ങിയാൽ തന്നെ ആ പെൺകുട്ടിയായി ഒരു വേശിയായി മാറിയിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട്, എന്നോട് ഒരുപാട് ആൾക്കാരെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികൾക്കും അതേ സംഭവം എന്നോട് ഇതേപോലെ ഫ്രണ്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ബസ്സിൽ വരുന്ന സമയത്ത് അയാൾ കയ്യിൽ തൊടയുടെ മേലെ കൈവയ്ക്കുക. ആൺകുട്ടികൾക്കും ഉണ്ടാവുന്നുണ്ട്, പെൺകുട്ടികൾക്കും ഉണ്ടാവുന്നുണ്ട്. പെൺകുട്ടികൾ ആ സമയത്ത് ചില സമയത്ത് അത് എക്സ്പ്രസീവ് ആകും. കാരണം ഒരുപാട് ഈ ഉന്തലും തള്ളലും കൊണ്ട് ഞാനും ബസ്സിൽ വരുന്ന ഒരാളാണ്. ഇന്നലെ ഞാൻ ബസ്സിൽ വരുന്ന സമയത്ത് തന്നെ ഒരാൾ ഭയങ്കര ഫിറ്റ് ആയിട്ട് ബാക്കിൽ ഇരിക്കുന്നു. ആ ലേഡി കയറി വന്ന ബാക്കിലൂടെ ആയിരുന്നു. അപ്പൊ കുറച്ച് സൈസും തടിയുള്ള ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ അയാള് വളരെ മോശമായിട്ടായിരുന്നു ആ സ്ത്രീനെ കമന്റ് ചെയ്തത്. കണ്ടക്ടർ അപ്പം തന്നെ തർക്കി വിട്ടു. പക്ഷെ നമ്മുടെ സമൂഹം മാറുന്നുണ്ട് ചില രീതിയിൽ, പക്ഷെ ചില സിറ്റുവേഷൻസിൽ മാറുന്നില്ല. ഇപ്പൊ നമ്മുടെ ഡ്രസ്സ് ആവട്ടെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വരെ ആൾക്കാർ ഓരോന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ്, നമ്മളെ സമയം, ഓരോ സമയത്തിനനുസരിച്ചാണ് പെൺകുട്ടികൾ വീട്ടിൽ കയറുന്നത്. 6 മണി കഴിഞ്ഞാലും പെൺകുട്ടികൾ ഇന്നും പുറത്തേക്ക് വിടില്ല. അങ്ങനെ വിടാത്ത എത്രയോ പേരുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിപ്പിച്ച് വീട്ടിനുള്ളിൽ അടുക്കളയിൽ ഒതുങ്ങി പോകുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. നമ്മളിപ്പോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഡൗറിന്റെ കേസസിലാവട്ടെ എല്ലാം. പക്ഷെ ഇത് അനുഭവിച്ച് ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഒരു 100% ലേഡീസാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിലല്ല, ഔട്ട് ഓഫ് കേരള വരെയുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ സമയത്ത് ഒരു ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇത്രത്തോളം പഠിക്കുന്ന, അതുപോലെ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരുള്ളതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി. പക്ഷെ ഇന്നും ഇവിടെ റേപ്പ് ആവട്ടെ, അല്ലെങ്കിൽ സ്ത്രീ എന്നല്ല ഒരു ജെൻഡർ ഇക്വാലിറ്റി മറ്റുള്ള കൺട്രീനെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ താഴ്ചയാണ്. എന്റെ സിസ്റ്റർ പുറത്തുപോയി പഠിക്കുന്നതാണ്. അവള് വർക്ക് കഴിഞ്ഞ് ചെയ്ത് വരുന്ന ടൈം എന്ന് പറയുന്നത് അവിടത്തെ ഒരു പുലർച്ചെ 2 മണി 1 മണിയാണ്. ഷീ ക്യാൻ ഈവൻ വോക്ക് ഫ്രീലി, ആരും പേടിക്കാണ്ട് ഒറ്റയ്ക്ക് ബസ് കയറി വന്ന് അവളുടെ ഹോസ്റ്റലിൽ കയറിപ്പോ. പക്ഷെ ഇന്ന് ഇവിടെ ഒരു കുട്ടിക്ക് ആ ഒരു നേരത്തെ കയറി വരാൻ പറ്റില്ല. കാരണം അതാണ് നമ്മുടെ സമൂഹം. അത് മാറാനായിട്ട് ലോ ഉണ്ടാക്കിയാലും എത്ര വലിയ പുസ്തകങ്ങളിൽ എഴുതി വെച്ചാലും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിലാവട്ടെ എല്ലാ സ്ത്രീകളും നമ്മൾ ഈ പറയുന്ന അമ്മയാണെന്ന്, ദേവിയാണെന്നും എല്ലാവരും നമ്മൾ അതൊക്കെ കവിതകളിലും അമ്പലങ്ങളിൽ പോയി തൊഴുന്ന സമയത്ത് മാത്രമേ നമുക്ക് സരസ്വതി ആവട്ടെ ബാക്കി എല്ലാ ദൈവങ്ങളുമായിട്ട് നമ്മൾ തൊഴുന്നത്. ബാക്കി ആരെങ്കിലും ആ ഒരു രീതിയിൽ സ്ത്രീകളെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇതുപോലത്തെ ഒരു റേപ്പ് കേസുകളോ ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആൾക്കാരുടെ ചിന്താഗതിയിൽ മാറാൻ സമയം വളരെയധികം കൂടി. പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. വീട്ടിൽ തന്നെ തുടക്കത്തിൽ നേരത്തെ ടോയ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ എന്നെ വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പാത്രം കഴുകി വെക്കണമായിരുന്നു. ഞങ്ങൾ 5 ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ്. സിസ്റ്ററല്ല ഞങ്ങളുടെ പാത്രം കഴുകി വെച്ചിരുന്നത്, ഞങ്ങൾ തന്നെ കഴുകി വയ്ക്കുകയായിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വളരെ വൈകിയേ ചെല്ലുള്ളൂ. അത് ഭക്ഷണം കഴിക്കാതെ ഭാര്യ കാത്തിരിക്കണം, മകൾ കാത്തിരിക്കണം,
അല്ലെങ്കിൽ വീട്ടുകാർ കാത്തിരിക്കണം എന്നല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വൈകിയേ വരുള്ളൂ, നിങ്ങൾ എടുത്തു വെച്ചാൽ മതി, ഞാൻ കഴിക്കാൻ വരും എന്ന്. കഴിക്കാൻ വരുന്നില്ലെങ്കിൽ നേരത്തെ പറയും, കാരണം അവർക്കത് ബുദ്ധിമുട്ടാണ്. കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് തന്നെത്താനെ ഭക്ഷണം കഴിച്ച് എൻ്റെ പാത്രം ഞാൻ കഴുകി വെച്ച്, ഞാൻ ഇപ്പോഴും പാത്രം എടുത്ത് അകത്ത് വയ്ക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൾ പറഞ്ഞ പോയിൻ്റാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ നിർബന്ധമാക്കിയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാനും പറഞ്ഞേനെ. എൻ്റെ ശീലം എന്താ? എൻ്റെ ശീലം അവിടെ ആരെങ്കിലും കഴുകി വയ്ക്കും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തോളൂ എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ വ്യത്യസ്തമായിട്ട് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ട്രെയിനിങ് ആയതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ചെയ്യും. ചിലപ്പോൾ ഈ വലിയ ഹോട്ടലിലോ വലിയ മീറ്റിങ്ങിലേക്ക് പോയിരിക്കുമ്പോൾ പോലും അറിയാതെ പെട്ടെന്ന് നമ്മൾ ചെയ്ത ശീലം, നമ്മളിപ്പോൾ ഒരു വറ്റ് നിലത്ത് വീണെങ്കിൽ അറിയാതെ എടുത്ത് വെച്ച് നമ്മൾ ചെയ്യും, പെട്ടെന്ന് നമ്മുടെ ശീലം കൊണ്ട് ചെയ്യും. അത് പല വീടുകളിലും അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത് മാറ്റം വരണം നമുക്ക്. ഇത് റിയാലിറ്റിയാണ്, ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പബ്ലിക് പ്ലേസസിൽ, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കുക. അപ്പോൾ ആരെങ്കിലും 1-2 പേര് അവിടെ വന്ന് കമൻറ്റ് പറയും, സംസാരിക്കും. അത് എല്ലായിടത്തും ഉണ്ട്. രാത്രിയല്ല, പകല്. രാത്രിയിലത്തെ കാര്യം പറയണ്ട. രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള ആളുകൾ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പല സംഘടനകളും, ഇപ്പോൾ ഞങ്ങൾ തന്നെ സംഘടിപ്പിച്ചു രാത്രി നടത്തം. സിംബോളിക്കായിട്ട് രാത്രി നടക്കണം. രാത്രി നടന്ന് ലോകത്തെ എവിടെയും, ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഒരു രാജ്യത്തുമില്ല ഈ പ്രശ്നം. രാത്രി യാത്ര ചെയ്ത ഒരു കുഴപ്പമില്ല. അവർ ട്രെയിനിലും ബസ്സിലും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലും കയറി വേണമെങ്കിൽ നടന്നും റോഡിലൂടെ നടന്നും പോകുന്നുണ്ട്. ആരും അവരെ നോക്കുപോലുമില്ല, അങ്ങ് ശ്രദ്ധിക്കുമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ മുംബൈ നഗരത്തിൽ പോലും നമ്മളൊരു മെട്രോ റെയിലിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് പോലും നോക്കത്തില്ല. ചിലപ്പോൾ എല്ലാവരും ഒരു പത്രം മറിച്ച് നോക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ഇരിക്കും. നമ്മുടെ ഇവിടെയാണെങ്കിൽ ഒരു ട്രെയിനിൽ കയറിയാൽ ഒരാൾ കയറി, ഒരു പെൺകുട്ടിയാണ് കയറിയിരുന്നാൽ എല്ലാവരും കൂടി അങ്ങോട്ട് നോക്കുക, പോകുന്നവരെ അതിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ കുറേ ശീലങ്ങളാണ്. നേരത്തെ പറഞ്ഞതൊക്കെ കണക്ട് ചെയ്താണ് ഞാൻ പറഞ്ഞത്. അതാണ് റിയാലിറ്റി. അതിൽ നിന്നാണ് നമുക്ക് മാറ്റം വരേണ്ടത്. മാറ്റം കാണുന്നുണ്ട്. അതിൻ്റെ പേസ് കുറേ കൂടി വേഗത്തിലാകണം. അതിൻ്റെ പേസ് കൂടണം നമുക്ക്. അത് നിങ്ങളുടെ ജനറേഷനാണ് ആ തിങ്കിങ്. നിങ്ങളുടെ ജനറേഷനിലെ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും വേണം. ഒരുപാടുണ്ട്. ഇപ്പോൾ എൻ്റെ മകളിലൊക്കെ ഫ്രണ്ട്സ് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വരുമ്പോൾ ഞാൻ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു മൂഡ് എന്താണെന്ന് അറിയാറുണ്ട്. അവർ ഏത് കാര്യത്തെക്കുറിച്ചാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്, അവരുടെ ഇഷ്യൂ എന്താണ്, അവരുടെ ഗ്രീവൻസ് എന്താണ്, അവർ നേരിടുന്ന വിഷയം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ആ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടപ്പോൾ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികൾ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, എന്ത് ചേഞ്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും തമ്മിലൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. ആ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊക്കെ ഇത് കുറേ കൂടിയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരമുള്ള ആളുകളാണ്. അതിനെ ട്രെൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ മൂഡും കൂടി അറിഞ്ഞാലാണല്ലോ നമുക്ക് അതിലേക്ക്, ആ ട്രാക്കിലേക്ക് പോകാൻ. അപ്പോൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മളത് അവരോട് അങ്ങനെയല്ല ഒരു പുതിയ ജനറേഷൻ ആലോചിക്കുന്നത്, അവർ വിചാരിക്കുന്നത് അങ്ങനെയല്ല. നമുക്ക് അതിൻ്റെ അകത്ത് സമഗ്രമായ ഒരു മാറ്റം വേണമെന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നിങ്ങളുമായിട്ട് നടത്തുന്ന ഇൻട്രാക്ഷനിലും നിങ്ങളിങ്ങനെ അഗ്രസീവായിട്ട് വളരെ രസകരമായിട്ട് പുതിയ പോയിന്റ്സും പുതിയ കാര്യങ്ങളും പറയുമ്പോൾ അത് 100% നിങ്ങൾ ശരിയാണ്. നിങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കൺവിക്ഷനിൽ നിന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നാണ്, ചുറ്റുപാടുകളിൽ നിന്നാണ് നിങ്ങൾ പറയുന്നത്. അതാണ് നമുക്ക് മാറ്റേണ്ടത്. ശരിയായിട്ട്, തീർച്ചയായിട്ടും. നമുക്ക് സംവാദത്തിനുള്ള അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിച്ചതിനാലും സാറിന് മറ്റൊരു പരിപാടിയിൽ സംബന്ധിക്കേണ്ടതിനാലും ഒരു ചോദ്യം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. സാറിന്റെ ടോപ്പിക്കില് ജെൻഡർ ഇക്വാളിറ്റി അല്ല സർ വേണ്ടത്, ഇറ്റ് ഇസ് ജെൻഡർ ജസ്റ്റിസ്. ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയാൻ കാരണം നമ്മുടെ ഇവിടെ നാട്ടിലെ നിയമങ്ങളില്ലാത്തത് കൊണ്ടല്ല സ്ത്രീകൾക്കെതിരെ ഇത്രയും പ്രോസിക്യൂസ് നടക്കുന്നത്. നിയമങ്ങളെ പറ്റി അവയർനെസ് ഇല്ലാത്ത ഒരു സൊസൈറ്റിയും അല്ല. ബിക്കോസ് വെൻ യു ടോക്ക് ടു ദീസ് പീപ്പിൾ, സാർ ഇവർക്കൊക്കെ അറിയാം ഈ റൂൾസ് ഒക്കെ. പക്ഷേ സാർ പറഞ്ഞ പോലെ നമ്മുടെ യൂണിവേഴ്സിറ്റീസിനൊക്കെ പുറത്തിറങ്ങുന്നതോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പെർഫോമിംഗ് വെൽ. ബട്ട് എത്ര പേരാണ് അത് കഴിഞ്ഞിട്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് ആസ് എ ഡോക്ടർ, ആസ് എ എഞ്ചിനീയർ, ആസ് എ ടീച്ചർ, ഇവരൊക്കെ മെഷർ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ആണുങ്ങളുമായിട്ടുള്ള ഒരു ഇക്വലൻസ് ആണ് അവിടെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടത് ജെൻഡർ ഇക്വാളിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ്. കാരണം ഇപ്പൊ നമ്മളൊക്കെ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ, നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യാണ്. ഒരു ബസ്സിൽ കയറുമ്പോൾ അവിടെയുള്ള സീറ്റ്സ്, ആണുങ്ങൾ ഇരിക്കുന്ന കുറേ സീറ്റ്സ് ഉണ്ട്. ആ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റ്സ് മാത്രമാണ് പെണ്ണുങ്ങൾക്ക് എന്നൊരു
ധാരണ പൊതുവേ നമ്മുടെ സമൂഹത്തിനുണ്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. അതായത് നമ്മൾ സംസാരിക്കുന്ന ഫുൾ ഫ്രം പെട്രാക്റ്റീവ് വ്യൂ പോയിന്റ്, എന്ത് സാധനം ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക. ബട്ട് വാട്ട് അബൌട്ട് ദ ഫീമെയിൽസ്? അവർക്ക് മെയിലിന്റെ പെർഫോമൻസ് അല്ല ഉള്ളത്, മെയിലിനെ പോലെ അല്ല അവർ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഒരു മെഷർമെന്റ് അളവ് പോലെ തന്നെ അങ്ങനെ ആവുക. എങ്ങനെ നമ്മുടെ സൊസൈറ്റി മാറി ചിന്തിക്കും? നന്നായി പഠിക്കുന്ന കുട്ടികൾ, ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിക്കുന്നു കുട്ടികളെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന ബുദ്ധിയുള്ളത് ആളുകൾക്ക്, പെൺകുട്ടികൾ പഠിക്കുന്നത് എന്താ പറയാ, ഓ ആ കുട്ടി ഭയങ്കര പുസ്തക പുഴുവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ്. എന്തുകൊണ്ട് പുസ്തക പുഴുവാകുന്നു? കുട്ടികൾക്ക് പുറത്തു പോകാനുള്ള ചാൻസസ് കൊടുക്കുന്നില്ല. സയൻസ് പഠിക്കുന്നു, വീട്ടിൽ അടച്ചിരുന്ന് പുസ്തകം പഠിക്കുന്നതാണ് പെൺകുട്ടി. പുറത്തു പോയി ആൾക്കാരെ കാണുന്നു, സയൻസ് വീട്ടിൽ ഒബ്സർവ് ചെയ്തിട്ട് അത് മനസ്സിലാക്കി പഠിക്കുന്നത് ആൺകുട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോൾ ആൺകുട്ടികൾ എക്സൽ ചെയ്യുന്നു. പഠിക്കുന്നതിന്റെ കുറവുകൊണ്ടല്ല, പക്ഷെ എങ്ങനെയാണ് ഈ പെർഫോമൻസ്? വീട്ടിൽ അടക്കിയിരുന്ന് ബുക്ക് വായിച്ച് മാത്രം പഠിക്കുന്ന പെൺകുട്ടിയോട് സയൻസ് എക്സൽ ചെയ്യാൻ പറയുന്നു, നേച്ചറിലൂടെ താൻ ഒബ്സർവ് ചെയ്യാൻ. എങ്ങനെ സയൻസ് പഠിക്കും? ലാംഗ്വേജ് പഠിക്കാൻ പറയുന്നു. ഒരു സംസ്കാരത്തിന്റെ യാതൊരു മേഖലകളിലും ഡിസ്കോഴ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഫീമെയിൽസ് അവരെങ്ങനെ ഒരു ഷേക്സ്പിയറോ അല്ലെങ്കിൽ ഒരു ഷെല്ലിയോ കീറ്റ്സോ നമ്മൾ പറയുമ്പോൾ ഈ ക്യാനനാണ്. എത്രയോ ഫീമെയിൽസ് ഉണ്ട്. ഈവൻ ടോക്ക് അബൌട്ട് ഇന്ത്യൻ ഈ പറഞ്ഞ ഫ്രീഡം സ്ട്രഗിളിനെ പറ്റി പറഞ്ഞു. സാർ പറഞ്ഞ എക്സാമ്പിൾസ് വേനലിൽ എണ്ണാവുന്നത്. പക്ഷെ അവരുടെയൊക്കെ പെർഫോമൻസ് എവിടെയാണ്? സ്ത്രീകളെ എടുത്ത് പരാമർശിക്കുമ്പോൾ മാത്രം ഇതുപോലെ ഒരു 2-3 പേര് നമുക്ക് പറയാൻ പറ്റും. ഈ പവർ സ്ട്രക്ചർ മാറാതെ, ഈ തിങ്കിങ് മാറാതെ, ഈ പെർഫോമൻസിന്റെ അളവുകോൽ മെയിൽ സ്റ്റാൻഡേർഡ്സ് മാറാതെ എങ്ങനെ നമ്മൾ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരും? നിയമ സംവിധാനം കുറെ കാലങ്ങൾ ഈ പറഞ്ഞ വിസ്മയുടെയോ അക്ഷരയുടെയോ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും സ്ത്രീധനം കൊടുത്ത് മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കും. ഈ പേരൻസിന് പണിഷബിൾ ഒഫൻസ് ആണെന്ന് അറിയാത്തതല്ലല്ലോ. അത് വന്നിട്ട് കുറെ കാലം അല്ലെങ്കിൽ നിർഭയ ഇഷ്യൂവിന് ശേഷം നമ്മളിവിടെ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപാട് ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ എത്രത്തോളം നമുക്ക് മാറി, എന്ത് നമുക്ക് മാറി? ഈവൻ ഇപ്പോഴും ഇന്നും അല്ലെങ്കിൽ നാളെയും ചിലപ്പോൾ ഒരു കുട്ടി സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവർക്ക് കാണാനിട്ടോ അറിയാനിട്ടോ അല്ലല്ലോ. തിരിച്ച് സാർ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി, സൊസൈറ്റി അവരെ കാണുന്നത്, ആ കാഴ്ചപ്പാട് മാറാതെ, നമ്മൾ ബോൾഡ് ആവാതെ, നമ്മുടെ തീരുമാനങ്ങൾ മാറാതെ ഒരിക്കലും മാറില്ല. അപ്പൊ ജെൻഡർ ഇക്വാളിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസ്, where everyone should have their own freedom of choice. ഈ പറഞ്ഞ ഡ്രസ്സിനെ പറ്റി ഭയങ്കര സംവാദം എന്ന് പറഞ്ഞാൽ ചെറിയ ഡിബേറ്റ് അല്ല. ഡ്രസ്സിനെ പറ്റി, ഫീമെയിലിന്റെ ഡ്രസ്സിനെ പറ്റി സംസാരിക്കുന്ന എല്ലാ ചാനൽസിലും ഡിസ്കഷനിൽ വരുന്ന ഓരോ മെമ്പേഴ്സ്, MSFന്റെ പ്രതിനിധി, BJPയുടെ പ്രതിനിധി, സാമൂഹിക നിരീക്ഷകൻ, ലീഗൽ അഡ്വൈസർ, ഇവരൊക്കെ ആണുങ്ങളാണ്. സ്ത്രീകളുടെ ഡ്രസ്സിനെ പറ്റി ആണുങ്ങൾക്ക് ഇതിന് എത്രയും കൺസേൺ. സെക്ഷൽ വയലൻസ്, അത് എന്റെ ബോഡിയിൽ എന്റെ പെർമിഷൻ ഇല്ലാതെ ആര് തൊട്ടാലും അത് സെക്ഷൽ അബ്യൂസ് ആണ്. അത് ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിലും. പക്ഷെ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് വരുമ്പോൾ അത് റേപ്പാവുന്നു, അതാവും, ഇതാവും, പത്രത്തിന് ഫ്രണ്ട് കോളത്തിൽ വാർത്തയാവുന്നതാണ്. ബാക്കി പുരുഷന്മാരോട് ഇങ്ങനെ ആരോട് ചെയ്യുന്ന വയലൻസ് ഒന്നും ന്യൂസ് അല്ല. സ്ത്രീകൾ ആകെ വാർത്ത വരുന്ന ഇങ്ങനെ ഒരു അവസരത്തിൽ മാത്രം. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ന്യൂസ് ടൈം, പ്രൈം ടൈമിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വയലൻസ്. ഇതല്ലാതെ എന്താണ് നമുക്ക് ഈ പറഞ്ഞ ഇൻജസ്റ്റിസ് ഒഴിവാക്കാൻ വേണ്ടി സൊസൈറ്റി ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഉപയോഗിച്ച വാക്ക് നീതി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. നീതി എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്, ജസ്റ്റിസ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ല, ഈ ടോപ്പിക് ഞാനിവിടെ വന്നപ്പോൾ കണ്ട ടോപ്പിക്കാണ്. ഞാൻ ഉപയോഗിച്ച വാക്ക് നീതി എന്നുള്ളതാണ്, ജസ്റ്റിസ് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. തുല്യനീതി എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. ഈ പറഞ്ഞത് നേരത്തെ ഈ മോള് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളാണത്. ഞാൻ ഈ ഇതിനെക്കുറിച്ചൊരു 2 മിനിറ്റ് കൊണ്ട് ഓടിച്ച് പറഞ്ഞത് ഇതെല്ലാം പുസ്തകത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ഇതെല്ലാം പുസ്തകത്തിലാണ്. ഈ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ആ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൂടി വേണം. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും, പക്ഷെ എല്ലാവർക്കും അറിയില്ല. ഇത്തരം നിയമങ്ങളുണ്ട്, എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, എനിക്ക് ഇക്വാലിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ അനുസരിച്ചിട്ടുള്ള ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റിലും നിയമസഭയിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ കോടതികളുണ്ട്, സംവിധാനങ്ങളുണ്ട്, മെക്കാനിസം ഉണ്ട്. അതുപോലെ അറിയാൻ പാടില്ലാത്ത ധാരാളം ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഇതൊന്നുമില്ല, എനിക്ക് ഇങ്ങനെയുണ്ട് ജീവിക്കാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വിധേയയാണ്, ഞാൻ അടിമയാണ്, എനിക്ക് വേറെ യാതൊരു ഓപ്ഷൻസും ഇല്ല, ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ്, സ്ത്രീയായി ജനിച്ചാൽ ഞാൻ ഇതെല്ലാം അനുഭവിക്കേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന ഒരു സൊസൈറ്റി സ്ത്രീകളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്കൊരു ബോധ്യമുണ്ടാകണം, നമ്മളത് ഫൈറ്റ് ചെയ്യണം. നമ്മൾ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വാർത്തകളിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. വാർത്തകളിൽ വരാത്ത 100 കണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവം പുറത്ത് ആരോടും പറയാതെ, വീട്ടിൽ പോലും വന്ന് പറയാത്ത കുട്ടികളുണ്ട്, ആരെയും പറയണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അപ്പോൾ തന്നെ അവിടെ വെച്ച് പ്രതികരിക്കുന്ന കുട്ടികളുണ്ട്.
അത് ഇപ്പം നമ്മൾ ഓരോരുത്തർ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും അങ്ങനെ ആകണം എന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും നേച്ചർ, ഓരോരുത്തരുടെയും ക്യാരക്ടർ. ചിലർ നന്നായിട്ട് അവിടെ വെച്ച് തന്നെ റെസ്പോണ്ട് ചെയ്യും. അവിടെ വെച്ച് തന്നെ ചിലപ്പോൾ അതിലുള്ള കരണത്തടിച്ച എന്തോരം പെൺകുട്ടികളുണ്ട് ബസ്സിൽ വെച്ചൊക്കെ മോശമായിട്ട് പെരുമാറിയ ആളുകൾ. ചിലർ വീട്ടിൽ വന്ന് പരാതി പറയും, അല്ലെങ്കിൽ ചിലർ കണ്ടക്ടറോട് പരാതി പറയും, അല്ലെങ്കിൽ ചിലർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ പരാതി പറയും. പുറകെ ഓടിച്ചെന്ന് അടി കൊടുത്തിട്ടുള്ള ഒരു കുട്ടിയുടെ കേസ് ഇപ്പോൾ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. അതൊക്കെ പല ഇൻസ്റ്റൻസും ഉണ്ട്. പക്ഷേ ഈ മോള് പറഞ്ഞത് തന്നെയാണ്, ഈ അവയർനെസ് ഇതിനെ നോക്കിക്കാണുന്നതാണ്. ആണ് ഒരു പുരുഷൻ പുരുഷനെ നോക്കിക്കാണുന്നതും സ്ത്രീ സ്ത്രീയെ നോക്കിക്കാണുന്നതും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയുള്ളൊരു സൊസൈറ്റിയിൽ, അല്ലേ? ട്രാൻസ്ജെൻഡറിനെ ആണെങ്കിലും നോക്കിക്കാണുന്നത്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഒരു കുട്ടി വഴിയിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയാതെ ഒരൊറ്റ ആൾ പോകത്തില്ല. മോശം കമൻറ്റ് പറയാതെ ഒരാൾ പോകത്തില്ല. വളരെ മോശമായിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. ഏറ്റവും മോശമായിട്ട്, ഏറ്റവും കൂടുതൽ അവഹേളനത്തിന് പാത്രമാകുന്നത്, ഏറ്റവും കൂടുതൽ അബ്യൂസിന് വിധേയമാകുന്നതും ട്രാൻസ്ജെൻഡേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് അവരുടെ കാര്യം. അവരങ്ങനെ ജനിച്ചുകൊണ്ടാണ്. നമ്മളൊന്നും നേരിടുന്ന പ്രശ്നത്തേക്കാൾ വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് അവർ നേരിടുന്ന വിഷയം. ഞങ്ങളൊക്കെ ആ പല കേസിലും, ഇപ്പോൾ എറണാകുളത്തൊക്കെ ഉണ്ടായ പല കേസിലും ഞങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്ത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി, പ്രോസസ്സൊക്കെ ഉണ്ടാക്കി, അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ മെക്കാനിസമൊക്കെ ഉണ്ടാക്കി, എന്തെങ്കിലും കംപ്ലയിൻറ്റ് അവർക്കുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ. പക്ഷേ വ്യാപകമായിട്ട് വേണം. ഇത് ഈ ഒരു ഞാൻ പറയില്ലേ, എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അവഹേളിക്കപ്പെടുകയാണ്. എല്ലാ സ്ഥലവും, വർക്ക് പ്ലേസിൽ, ജോലി സ്ഥലങ്ങളിൽ ഞാൻ പറയുന്ന ശരീരത്തിൽ ടച്ച് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, മോശമായിട്ടുള്ളൊരു കമൻറ്റ് പോലെ, മോശമായിട്ടുള്ളൊരു കമൻറ്റ് മതിയല്ലോ. പറഞ്ഞില്ലെങ്കിൽ പോലും മോശമായിട്ട്, ഇന്നലെ ഞാൻ പറഞ്ഞില്ല, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരിക്കുന്ന ആ സ്ത്രീയോട് അവസാനം പറഞ്ഞ വാക്ക് ഞാനത് പറയണ്ടെന്ന് വെച്ചാൽ, എന്നാൽ പിന്നെ ഒന്നും ഇല്ലാതിരുന്നാൽ പോരെ എന്ന് വെച്ച് കാലുകയറ്റി വെച്ചതിന് പകരം അത് അവർ റെസിസ്റ്റ് ചെയ്തപ്പോൾ അവരോട് പറഞ്ഞത് എന്നാൽ പിന്നെ ഒന്നും ഇല്ലാതിരുന്നാൽ പോരെ എന്നാണ് ചോദിച്ചത്. ഒരു PGക്ക് പഠിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനോടാണ് ആ പറഞ്ഞത്. അത് പറയാനുള്ള ധിക്കാരം സെക്രട്ടേറിയറ്റിലൊരു ജോലിക്കാരന് ഉണ്ടെന്ന് പറയുന്നതാണ് പ്രശ്നം, നമ്മുടെ പ്രശ്നം. നമ്മുടെ സബ്ജക്റ്റ് അതാണ്. നിങ്ങൾ രണ്ടുപേരും ഏറ്റവും അവസാനം സംസാരിച്ചതാണ്, റിയാലിറ്റി അതാണ്, നമ്മുടെ സബ്ജക്റ്റ് അതാണ്. അതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങളാണ് നമ്മൾ തേടുക എന്ന് പറയുന്നത്. ഇപ്പം നിയമപരമായി തേടേണ്ട സ്ഥലങ്ങളിൽ നിയമപരമായി തേടുക, കൂട്ടായി ചേർത്ത് നിൽക്കേണ്ട സമയത്ത് കൂട്ടായി ചേർത്ത് നിൽക്കുക. അതിനെല്ലാത്തിലും ഉപരിയായി ആൺകുട്ടികളിലും പെൺകുട്ടികളിലും എല്ലാ ജെൻഡേഴ്സിലും ഈ ഒരു അവയർനെസ്, ഇത് അങ്ങനെ നമ്മുടെ ഒരു ഫ്രീഡം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന്മേൽ തൊടാൻ ഒരാളെയും അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനം അത് തന്നെയാണ്. ഇപ്പം ഡൗറിയുടെ കേസും അത് തന്നെയാണ്. അതൊരു സിസ്റ്റമായി മാറുകയാണ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സിസ്റ്റം വരികയാണ്. കൊടുക്കാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ കൊടുക്കുന്നില്ല. സ്വന്തം മകളെ വിവാഹം കഴിച്ചയപ്പിക്കാൻ നേരത്ത് സ്ത്രീധനം വന്നു ചോദിച്ചാൽ അവനോട് കൊടുക്കില്ല എന്ന് പറയുന്ന ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ പൈസ കൊടുത്ത് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കില്ല എന്ന് തീരുമാനമെടുത്ത ആളുകളുണ്ട്. എൻ്റെ മകന് ഞാൻ സ്ത്രീധനം മേടിക്കില്ല, എൻ്റെ മകൻ സ്ത്രീധനം വാങ്ങിച്ച് വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിച്ച പാരൻസും ഉണ്ട് നമ്മുടെ നാട്ടിൽ. മേ ബി മൈനോറിറ്റി, നെഗ്ലിജിബിൾ മൈനോറിറ്റി ആയിരിക്കും, ഉണ്ട്. അവരുടെ എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കണം, നമുക്ക് ആ എണ്ണം നമുക്ക് കൂട്ടണം. അതാണ് ആ ജസ്റ്റിസ്, ഈക്വൽ ജസ്റ്റിസ്, തുല്യനീതി എന്നുള്ള നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് ഒരു സമയത്ത് ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഇത് ചർച്ച പോലും അല്ലായിരുന്നു. ഈ അവഹേളനങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്ത് ഒരു ഡിസ്കഷൻ പോയിന്റ് പോലും അല്ലാതിരുന്നു ഇതൊന്നും. ഇപ്പം ഇത് നമ്മുടെ ചർച്ചയിലേക്ക് വന്നു. ഇതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാവണം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. നിങ്ങളും വീട്ടിൽ പോയി നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് വീട്ടുകാരുമായിട്ട് ഒക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങളുടെ അയൽക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഒരു സർക്കിളിൽ പോലും ഇപ്പോൾ കുട്ടികൾ പുറത്തു പോയി പഠിക്കുക. ഒരു 30 കൊല്ലം മുമ്പ് കേരളത്തിൽ നിന്ന് വിരലുണ്ടാവുന്ന ആളുകൾ പോലും പുറത്തു പോയി പഠിച്ചിരുന്നില്ല പെൺകുട്ടികൾ. ഇപ്പം ഞാൻ ഡൽഹി പോയപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസുകളിൽ ഇപ്പോൾ ഇവിടുത്തെ പോലെയാണ്. പെൺകുട്ടികൾ ധാരാളമായി, പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് ധാരാളം പെൺകുട്ടികൾ വന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി പഠിക്കുന്നു. ഇപ്പോൾ കുട്ടികൾ കാനഡയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ UK പഠിക്കാൻ പോകുന്നു. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഔട്ട്സൈഡ് കേരളയും ഔട്ട്സൈഡ് ഇന്ത്യയും പഠിക്കാൻ വേണ്ടിയിട്ട് പോയി തുടങ്ങി, ആരംഭിച്ചു. ഇത് എക്സ്പോഷർ, മോള് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, ഒരു എക്സ്പോഷർ. വീടിൻ്റെ അകത്തിരുന്ന് പുസ്തകപ്പുഴുവായി പഠിക്കുന്നതും പുറത്തു പോയി കിട്ടുന്ന ഒരു എക്സ്പോഷറും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ പോകുമ്പോൾ അവരായിരിക്കും ചിലപ്പോൾ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വ്യത്യാസം വരുന്നുണ്ട്, നല്ല മാറ്റം വരുന്നുണ്ട്. ആ പോയിന്റിൽ പുറത്തു പോയുള്ള പഠിത്തത്തിലൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട്. അതാണ് നമുക്കതിൻ്റെ സ്പീഡ് കൂട്ടണം, അതിൻ്റെ നമ്പർ കൂട്ടണം, ആ നിലയിലേക്ക് വരണം. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. എനിക്കിപ്പോൾ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ സംസാരിച്ചത് ഒന്നുമല്ല എന്നാണ് എനിക്ക് തോന്നിയത്. സത്യം, ഞാൻ മനസ്സ് തുറന്ന് നിങ്ങളോട് പറയാണ്, ഞാൻ സംസാരിച്ചത് അല്ല ഇന്നത്തെ ഡിബേറ്റ്, സംവാദം. നിങ്ങൾ സംസാരിച്ചാണ്. നിങ്ങൾ ഒരാൾ പോലും ഈ ചില സമയത്ത് നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആവും. ചില സ്ഥലത്തൊക്കെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും. ഇതുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത കുറേ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന കുറേ ചോദ്യങ്ങൾ ചോദിക്കും. കുട്ടികളും അതെ, അധ്യാപകരും അതെ, ചോദിക്കും വെറുതെ വന്ന്. അപ്പം നമ്മൾ ഭയങ്കര ഡൗൺ ആവും. നമ്മളിത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ലെന്ന്. നിങ്ങൾ എന്നെ വിസ്മയിപ്പിച്ചു സത്യത്തിൽ. കാരണം ഞാൻ സംസാരിച്ചതിൻ്റെയൊക്കെ എത്രയോ വേറെ ഡയമെൻഷനിലേക്കാണ് നിങ്ങൾ പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ഏറ്റവും ഭാഗ്യമുണ്ടായ ഒരാളും ഏറ്റവും ലാഭമുണ്ടായ ആൾ ഞാനാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുമായിട്ട് സംസാരിച്ചത് ഞാൻ സീരിയസ് ആയിട്ട് പറയും, വളരെ ഒരു എക്സാജറേറ്റ് പറയുന്നല്ല, സീരിയസ് ആയിട്ട് എന്നെ നിങ്ങൾ വിസ്മയിപ്പിച്ചു. കുട്ടികളെ അത്രയും അങ്ങനെ വേണം നിങ്ങൾ, അങ്ങനെ നിങ്ങൾ ഓരോ ആസ്പെക്റ്റിനെ കുറിച്ചും അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. എനിക്കിപ്പോൾ കൂടുതൽ കോൺഫിഡൻസ് ആയി. എന്താണ്, ഇങ്ങനെ ഒരു ജനറേഷനാണ് വളർന്നു വരുന്നത്. ഞാൻ എൻ്റെ മോളുമായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ പോയിന്റ്സിൽ ഡിബേറ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ മോള് ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ, അവരുടെ റൈറ്റ്സിനെ കുറിച്ച് ആർട്ടിക്കിളൊക്കെ എഴുതുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മോളോട് സംസാരിച്ചതിനേക്കാൾ വലിയൊരു ഇതിലേക്ക് നിങ്ങൾ കുറേ കൂടി അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യും. അതേ ട്രാക്കിൽ തന്നെ പോകണം. നമ്മുടെ കൂടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും നിങ്ങളിതിൻ്റെ അകത്തെ സൊല്യൂഷൻസ് തേടി പോവുകയും ചെയ്യണം. നമ്മുടെ വീട്ടിൽ കൂടി ഒരു അവയർനെസ് നമ്മളുണ്ടാക്കണം. അവരെ കൂടി ഇതാണ് ഇന്നത്തെ കാലം ചിന്തിക്കുന്നത്, ഈ ലോകം ചിന്തിക്കുന്ന ഇതാണ്, ഇന്നത്തെ കാലഘട്ടം ഇതാണ് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മുടെ പാരൻസിനെയും ഗ്രാൻഡ് പാരൻസിനെയൊക്കെ വലിയ പാടായിരിക്കും ഗ്രാൻഡ് പാരൻസിനെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ അതുകൂടി ചെയ്യണം. കാരണം അവരങ്ങനെ ഞങ്ങളിങ്ങനെയാണ് ശീലിച്ചത്, അതും അപകടമാണ്. അതുകൂടി നിങ്ങൾ ചെയ്യണം.